जय कुंज बिहारी
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനേ. നമഃ ആചാര്യപാദായ കൃപാപ്രദായിനേ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നാളെ ബൽറാം ജയന്തിയാണ്. ബൽറാമൻ ജനിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ ജനിക്കുന്നത് വൃന്ദാവനത്തിൽ അല്ലേ. അപ്പോൾ ബൽറാം ജയന്തി വെച്ച് നാളെയാണ്. നാളെ ഉച്ച വരെ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എല്ലാ പ്രസാദവും ഉണ്ട്. ഉച്ച വരെ മതി, ഒരു 12 മണി വരെ ഫാസ്റ്റ് ചെയ്യണം. പിന്നെ ജൂലൻ യാത്ര എന്ന് പറയുന്നത് രാധാ ഗോവിന്ദ് ജൂലൻ യാത്ര. രാധാകൃഷ്ണനെ ഊഞ്ഞാലേറ്റി ആട്ടി വീശിക്കൊടുക്കണം എന്ന് വെച്ചാൽ അവർക്ക് നല്ല ചൂട് സമയമാണ് ഇപ്പോൾ വൃന്ദാവനത്തിൽ. അതുകൊണ്ട് അവർക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഊഞ്ഞാലിടുന്നത് ആട്ടിൽ ജൂലൻ യാത്ര ആഘോഷിക്കുന്നത്. അപ്പോൾ അത് തുടങ്ങി 16-ാം തീയതി തുടങ്ങി നാളെ അവസാനിക്കും. 4-5 ദിവസമാണത് ചെയ്യുക. അപ്പോൾ അത് രണ്ടും കൂടെയാണ് നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബൽറാമനെ കുറിച്ചിട്ട്, ബൽറാമൻ്റെ മഹാത്മ്യം, നിത്യാനന്ദ ബൽറാമൻ്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൽറാമനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ. ബൽറാമനെ കുറിച്ച് അറിയില്ലേ? കൃഷ്ണ ബൽറാം അല്ലേ. അപ്പോൾ ഗോലോകത്തിനാണ് തുടങ്ങുന്ന ഈ സംഭവങ്ങൾ. ഗോലോക വൃന്ദാവനം ഏറ്റവും ടോപ്പ് എവിടെയാണ്? നമ്മുടെ വൈകുണ്ഠ ലോകത്തിൻ്റെ തലസ്ഥാനമായിട്ട് ഗോലോക വൃന്ദാവനമുണ്ട്. ആ ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണ ഭഗവാൻ രാധാസമേതനായിട്ട് കൃഷ്ണ ഭഗവാനും ഗോപികമാരും ഒക്കെ
സന്തോഷമായിട്ട് ആനന്ദിക്കുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത് അല്ലേ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അപ്പോൾ ഗോലോക വൃന്ദാവനത്തിലെ കൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. നമ്മൾ പഠിച്ചു ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു. നമുക്ക് മുമ്പ് അറിയില്ല, ഭക്തി ഇസ്കോണിൽ വരുന്നതിന് മുമ്പ് ഈശ്വരൻ ഒരാളാണെന്നുള്ള അറിയില്ല. കുറേ ഈശ്വരന്മാരുണ്ട് നമ്മുടെ വിചാരം അല്ലേ? പക്ഷെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ആചാര്യന്മാരെ ഗുരുപരമ്പരയൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് ആരാണ് ഒറിജിനലായിട്ട് ഈശ്വരൻ എന്നറിയില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ എല്ലാവരും കളിയാക്കും, നിങ്ങളുടെ ഈശ്വരൻ ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ? പക്ഷെ അവരൊക്കെ ഭഗവാന്റെ സെർവൻസ് ആണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. ദേവീദേവന്മാരും എല്ലാവരും, ഈവൻ വിഷ്ണു പോലും കൃഷ്ണ ഭഗവാന്റെ അണ്ടറിൽ താഴെ വരുന്ന ആളാണ്. വിഷ്ണു പോലും കൃഷ്ണന്റെ വിസ്തരണമാണ്. ഏറ്റവും ടോപ്പ് 100% ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും, 64 ഗുണങ്ങളുണ്ട് ഭഗവാൻ. അത് ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട് 64 ഗുണങ്ങൾ, 100%. അതായത് നമ്മുടെ വിഷ്ണുവിന് നാരായണന്മാർക്ക് 99%, 1% ഒരു കുറവ് അവർക്കുണ്ട്. നാരായണന്മാർക്ക് 4 കൈയുള്ള നാരായണന്മാർക്ക് 1% കുറവ്. 100% ആർക്കുള്ളത് ഭഗവാന്റെ ക്വാളിറ്റീസ് കൃഷ്ണനാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് പറയുന്നത് ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. പരമമായ ഈശ്വരൻ കൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം എങ്ങനെയാണ്? സച്ചിത്താനന്ദം. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കാത്തത്, ചിത്ത് പറഞ്ഞാൽ പൂർണ്ണ അറിവുള്ളത്, ആനന്ദം പറഞ്ഞാൽ ആനന്ദം. എപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈശ്വരൻ. ഈശ്വരനൊരു പ്രവൃത്തിയോ ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ആയുധങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം ഈശ്വരനാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനൊരു കർമ്മ ഉണ്ട് എന്നർത്ഥം. കർമ്മമില്ലാത്ത ആളാണ് ഈശ്വരൻ. അപ്പോൾ നമ്മൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാവരുടെ കയ്യിലും ഓരോരോ ആയുധങ്ങളുണ്ട്. വിഷ്ണുവിന് പോലും ശംഖ് ചക്രമുണ്ട്. പക്ഷേ കൃഷ്ണന് ഓടക്കോലാണ്. ആനന്ദിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ നിന്ന് വന്ന ആദ്യത്തെ വേറൊരു ദേഹം കൃഷ്ണൻ എടുക്കുകയാണ്. ആദ്യത്തെ വിസ്തരണമാണ് ആര്? ബലരാമൻ. ബലരാമനെ കുറിച്ചല്ലേ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ കൃഷ്ണ ഭഗവാൻ അല്ലേ? അപ്പോൾ ഈ ഭൗതിക ലോകത്തിൻ്റെ മുകളിലാണ് നമുക്ക് ആധ്യാത്മിക ആകാശം എന്ന് പറയുന്നത്. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങൾ ഉൾപ്പെടും. ബ്രഹ്മലോകമാണ് ഏറ്റവും അറ്റത്ത്, ഭൗതിക ലോകത്തിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന ബ്രഹ്മലോകമാണ്. ഈ ഭൗതിക ലോകത്തിൻ്റെ മുകളിലാണ് ആധ്യാത്മിക ലോകം, ആധ്യാത്മിക ആകാശം എന്ന് പറയുന്നത്. ആ ആധ്യാത്മിക ലോകത്തിൽ ആദ്യം കാണുന്ന വൈകുണ്ഠ ലോകങ്ങളാണ്. ആ വൈകുണ്ഠ ലോകങ്ങളുടെയും മുകളിൽ തലസ്ഥാനമായിട്ടുള്ളതാണ് ഗോലോക വൃന്ദാവനം. അതാണ് കൃഷ്ണലോകം. പരമോന്നതമായതിനെ കൃഷ്ണലോകം എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മുടെ പ്രഭുപാദ് വന്നിരിക്കുന്നത് നമ്മളെ കൃഷ്ണലോകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരു വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം കൃഷ്ണലോകത്തുള്ള ആളായിരുന്നു പ്രഭുപാദ്. ഈ കൃഷ്ണലോകത്തിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ദ്വാരക, ഒന്ന് മധുര, ഒന്ന് ഗോകുലം. ദ്വാരക, മധുര, ഗോകുലം. ഇവിടെ ഭഗവാൻ 4 സമഗ്ര രൂപങ്ങളിൽ വിസ്തരിച്ചിട്ടാണ് അവിടെ ലീലകളാകുന്നത്. ഇവിടെ ദ്വാരക, മധുര, ഗോകുലം. ഈ ഗോകുലത്തിനെ തന്നെയാണ് ഏറ്റവും ഉയർന്ന ലോകം എന്ന് പറഞ്ഞാൽ ഗോകുലാണ്. അതിനെയാണ് വ്രജധാമം, വൃന്ദാവനം, ശ്വേതദ്വീപ് എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ വൃന്ദാവനം ഗോകുലാണ് കേട്ടോ. ഏറ്റവും മുകളിൽ കൃഷ്ണലോകം ഉണ്ടല്ലോ, അത് തന്നെയാണ് അതെന്ത് ഗോകുലം. അത് തന്നെയാണ് വ്രജധാമം, വ്രജം എന്നറിയപ്പെടുന്നത്. പിന്നെയോ ശ്വേതദ്വീപ്, വൃന്ദാവനം, ഈ പേരുകളിലൊക്കെ അത് അറിയപ്പെടുന്നു. ഇനി 4 രൂപത്തിൽ കൃഷ്ണൻ വിസ്തരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞല്ലേ? ഏതൊക്കെ 4 രൂപത്തിലാണ്? കൃഷ്ണൻ 1, 2 ബലരാമൻ, 3 പ്രദ്യുമ്നൻ, 4 അനിരുദ്ധൻ. ഇതാണ് ചതുർവ്യൂഹം എന്നാണ് അറിയപ്പെടുന്നത്. ഈ 4 രൂപത്തിലാണ് അവിടെ ഗോലോകത്തിൽ വിസ്തരിച്ചിരിക്കുന്നത്. ഗ്രാമർ പഠിക്കുന്ന പോലെ ഉണ്ടോ? കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? 4 രൂപത്തിൽ ഭഗവാൻ വിസ്തരിച്ചിരിക്കുന്നുണ്ട്. ഇനി കൃഷ്ണലോകത്തിന് താഴെയാണ് വൈകുണ്ഠ ലോകം നമ്മൾ പഠിക്കും അല്ലേ? കൃഷ്ണലോകം ഏറ്റവും മുകളിലാണ്, അതിന് താഴെയാണെന്ന് വൈകുണ്ഠ ലോകം. വൈകുണ്ഠ ലോകത്തിൽ കൃഷ്ണന്മാരുടെ അതായത് നാരായണന്മാരുടെ നാമം ജപിച്ചാൽ നമ്മൾ വൈകുണ്ഠ ലോകത്തിലാണ് പോവുക. നമ്മൾ ഏത് നാമാണോ ജപിക്കുന്നത് അതാണ് നമ്മുടെ എത്തിച്ചേർന്ന സ്ഥലം. അപ്പോൾ നാരായണ 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 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠ ലോകത്തിലാണ് പോവുക. അങ്ങനെ നരസിംഹൻ ഒരു ലോകമുണ്ട്. ഓരോ ഭഗവാന്റെ അവതാരങ്ങൾക്കും ഓരോ വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളത് ശ്രദ്ധിച്ച് വേണം ജപിക്കാൻ. ഓരോ വൈകുണ്ഠ ലോകത്തിലും ഈ വിഷ്ണുമാരുണ്ട്. വൈകുണ്ഠ ലോകങ്ങൾ കോടിക്കണക്കിനാണിട്ടുള്ളത്. വൈകുണ്ഠ ലോകങ്ങൾ അതിൽ ഓരോ വൈകുണ്ഠ ലോകത്തിലും ഈ ചതുർവ്യൂഹം നമ്മൾ പറഞ്ഞു 4 പേര് ആരൊക്കെ പറഞ്ഞ? കൃഷ്ണൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ 4 പേരിൽ നിന്ന് വരുന്ന വിസ്തരണങ്ങളായിട്ടുള്ള വിഷ്ണുമാരാണ് ഓരോ വൈകുണ്ഠ ലോകത്തിലും
ഓരോ വിഷ്ണുമാരായിട്ട് അവിടെ വിഷ്ണു, ലക്ഷ്മി, വിഷ്ണുവായിട്ട് ഇരിക്കണം അവിടെ. ആദ്യത്തെ ചതുർയുഗത്തിൽ വിസ്തരിച്ച ചതുർഭുജ നാരായണന്മാരാണ് ഈ എല്ലാ വൈകുണ്ഠ ലോകത്തിലുള്ളത്. അപ്പോൾ വൈകുണ്ഠ ലോകത്തിലുള്ളത് എല്ലാവരും ചതുർഭുജ 4 കൈയുള്ള നാരായണന്മാരാണ്. ഗോലോകത്തിൽ 2 കൈയുള്ളൂ കേട്ടോ. ഗോലോകത്തിലെ കൃഷ്ണന് 2 കൈയാണ്. ചതുർഭുജന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങി. ചതുർഭുജം എത്തുമ്പോഴേക്കും അല്ലേ 4 കൈയാണ് നാരായണന്മാർക്കുള്ളത്. ഇനി കൃഷ്ണലോകത്തിലെ ബലരാമനാണ് ഈ ആദി സംഘർഷം എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണലോകത്തിലെ ബലരാമൻ, വൃന്ദാവനത്തിൽ ബലരാമനുണ്ട്. ആ ബലരാമൻ അറിയപ്പെടുന്ന പേരാണ് ആദി സംഘർഷണൻ, ആദ്യത്തെ സംഘർഷണൻ. ഇനി അദ്ദേഹം വിസ്തരിക്കാൻ പോകും കേട്ടോ. കൃഷ്ണനിൽ നിന്ന് ആരുണ്ടായി? ബലരാമൻ്റെ. കറുത്ത കൃഷ്ണനിൽ നിന്ന് വെളുത്ത കൃഷ്ണൻ ഉണ്ടായി. ആ വെളുത്ത കൃഷ്ണനാണ് ബലരാമൻ. പാല് പോലെ വെളുത്ത കളറാണ് ബലരാമൻ. ആ ബലരാമന്റെ വേറൊരു പേരാണ് ആദി സംഘർഷണൻ. ഈ ആദി സംഘർഷണനിൽ നിന്ന് മഹാസംഘർഷണം എന്ന് പറഞ്ഞൊരു മൂർത്തി വിസ്തരിക്കുന്നു. ബലരാമനിൽ നിന്നാണ് ആദി സംഘർഷണം ഉണ്ടായത്. ബലരാമനാണ് ആദി സംഘർഷണം എന്ന് പറയുന്നത്. ഈ ബലരാമനിൽ നിന്ന് ഫസ്റ്റ് ഒരു മൂർത്തി ഉണ്ടാവണം, വിഷ്ണുമൂർത്തി. അതാരാണ്? മഹാസംഘർഷണൻ. എന്താ പേര്? മഹാസംഘർഷണൻ. ഇത് പേര് നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല, എന്നാലും നമുക്ക് പറഞ്ഞാലും കേട്ടാലും അതിൻ്റെ പുണ്യം തന്നെയാണ് അല്ലേ. സംഘർഷണമൂർത്തിയെ കുറിച്ച് കേൾക്കുന്ന ഭാഗ്യമാണ്. ഇദ്ദേഹം ഒരു പ്രത്യേക വൈകുണ്ഠ ലോകത്തിലാണ് മഹാസംഘർഷണം താമസിക്കുന്നത് കേട്ടോ. അദ്ദേഹം വിഷ്ണു രൂപമാണ്. മഹാസംഘർഷന്റെ രൂപം എന്താ? 4 കൈയുള്ള വിഷ്ണു രൂപമാണ്. ഈ ആത്മീയ ലോകത്തിലെ സർവ്വഗ്രഹങ്ങളെയും പരിപാലിക്കുന്ന ഈ മഹാസംഘർഷനാണ്. അപ്പൊ കൃഷ്ണൻ ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. കൃഷ്ണൻ അവിടെ ആനന്ദിക്കാണ്, ചേട്ടൻ പോയിട്ട് എല്ലാം ചെയ്തു കൊടുത്തു എന്നുകൊണ്ട് കൃഷ്ണ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ ഓടപ്പുല വെച്ചിട്ട് അനന്തമായിട്ടുള്ള ലീലകൾ ഗോപിമാരൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് വിട്ടു? മഹാസംഘർഷന് വിട്ടു. മഹാസംഘർഷം വന്നിട്ട് ഒരു പ്രത്യേക വൈകുണ്ഠ ലോകത്തിൽ താമസിച്ചിട്ട് ആത്മീയ ലോകത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും പരിപാലിക്കുന്നത്. പരിപാലനം ആരാണ് പരിപാലിക്കുന്നത്? മഹാസംഘർഷനാണ് അല്ലേ. ഇനി അടുത്തത്, അപ്പോൾ ഈ ആ ലോകങ്ങളിൽ 2ാം ചതുർവ്യൂഹ വിസ്തരണം. ഈ 4 വിസ്തരണം നമ്മൾ പറഞ്ഞല്ലോ. അതിക്ക് സംഘർഷണൻ, വാസുദേവൻ. ഇനി വരുന്നത് സംഘർഷണൻ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ 4 വിസ്തരണ വരുന്നത് 2ാം ചതുർവ്യൂഹം. പിന്നെ വൈകുണ്ഠ ലോകത്തിൻ്റെ വെളിയിലാണ് ഈ ബ്രഹ്മലോകം. വൈകുണ്ഠം നമ്മൾ ഗോലോക വൃന്ദാവനം കഴിഞ്ഞു, താഴോട്ട് വന്നു, വൈകുണ്ഠ ലോകങ്ങൾ കണ്ടു. അതിൻ്റെ പുറത്താണ് എന്തുള്ളത്? അതിൻ്റെ താഴെയാണ് ആരുള്ളത്? വൈകുണ്ഠ ലോകത്തിന് താഴെ എന്തുണ്ടറിയോ? ബ്രഹ്മജ്യോതി ഉണ്ട്. ബ്രഹ്മജ്യോതി വൈകുണ്ഠ ലോകത്തിന് താഴെയാണ് ഈ ബ്രഹ്മജ്യോതിയിലേക്ക് പോണവരാണ് ഈശ്വരന് രൂപമില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കില്ലേ, അവർ മുഴുവൻ എങ്ങോട്ടാ പോവാ? ബ്രഹ്മജ്യോതി. ഈശ്വരൻ ഒരു വെളിച്ചമാണ്, രൂപമില്ല അതൊക്കെ പറഞ്ഞിങ്ങനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പല മതക്കാരിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെളിച്ചമാണെന്ന് പറയുന്ന ആൾക്കാർക്ക് പോണ സ്ഥലമാണെന്ത്? ബ്രഹ്മജ്യോതി. ഭഗവാന്റെ ദിവ്യ തേജസ് വൈകുണ്ഠ ലോകങ്ങളുടെ മുഴുവൻ ബാക്കിൽ ചുറ്റുമായിട്ട് വൈകുണ്ഠ ലോകത്തിൻ്റെ ചുറ്റുമാണ് ഈ ബ്രഹ്മജ്യോതി. ഈ ബ്രഹ്മജ്യോതിക്ക് തൊട്ട് താഴെയാണ് കാരണസമുദ്രം എന്നൊരു സമുദ്രമുണ്ട്. എല്ലാ കാരണങ്ങളും ഉണ്ടാവുന്നത്, ഭൗതികമായിട്ടുള്ള എല്ലാ സൃഷ്ടികളും നടക്കാൻ പോകുന്നത് ഈ കാരണജലത്തിലാണ്. അപ്പോൾ ബ്രഹ്മജ്യോതിയുടെ താഴെയാണ് എന്ത് വരുന്നത്? കാരണജലം. ഈ കാരണജലത്തിൽ ഈ കാരണസമുദ്രത്തിൻ്റെ ഒരു വശത്ത് ബ്രഹ്മലോകം ഉണ്ട് കേട്ടോ. പക്ഷെ ബ്രഹ്മലോകം വരാൻ പോണേ ഉള്ളൂ, ഈ സൃഷ്ടി നടക്കാൻ പോണേ ഉള്ളൂ. നമുക്ക് പറഞ്ഞുതരാം. കാരണ ജലത്തിൻ്റെ ഒരു മറുവശത്തായിട്ട് ഭൗതികമായിട്ടുള്ള ശക്തി, അതായത് മഹത്തത്വം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഭൗതിക ശക്തി എന്ന് പറയും, അതിനെ മഹത്തത്വം എന്ന് പറയും. അതെന്താണ് ശരിക്കും? ഭൗതിക ശക്തിയാണ്, ഭൗതിക ആകാശം. കാരണജലത്തിൻ്റെ മുകളിലൊരു സൈഡിലായിട്ടാണ് ഈ ഭൗതിക ആകാശം നിലകൊള്ളുന്നത്. ഇനി കാരണസമുദ്രം കണ്ടു നമ്മൾ അല്ലേ? ബ്രഹ്മജ്യോതിയുടെ താഴെ കാരണസമുദ്രം കണ്ടില്ലേ? ഈ കാരണസമുദ്രത്തിൽ വിഷ്ണുവിൻ്റെ ഒരു വിസ്തരണം വരികയാണ്, കാരണങ്ങൾ നടക്കാൻ. ഈ പ്രപഞ്ചങ്ങൾ ഉൽപ്പാദിപ്പിക്കണ്ടേ? ഭൗതിക പ്രപഞ്ചങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് വേണം. ഇതൊക്കെ ആത്മീയ ലോകം ഇപ്പോൾ നമ്മൾ കണ്ടത്. വൈകുണ്ഠ ലോകങ്ങളാണ് കോടിക്കണക്കിന് കണ്ടത്. കൃഷ്ണലോകം കണ്ടു, ബ്രഹ്മജ്യോതി കണ്ടു. ഇനി കാണാൻ പോണെന്താണ്? ഭൗതിക പ്രപഞ്ചങ്ങൾ. അത് എങ്ങനെ ഉണ്ടാവണം ഭൗതിക പ്രപഞ്ചം? ഈ മഹാസംഘർഷണം ഉണ്ടല്ലോ, സംഘർഷണമൂർത്തി. ഈ സംഘർഷണമൂർത്തിയിൽ നിന്ന് ഒരു വിസ്തരണം വരികയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിസ്തരിച്ചിട്ട് ഒരു മഹാവിഷ്ണു വരികയാണ്. ആ മഹാവിഷ്ണുവിൻ്റെ പേരാണ് കാരണോദകശായി വിഷ്ണു. അദ്ദേഹത്തിന് വേറൊരു പേരും കൂടി ഉണ്ടെന്നാണ് മഹാവിഷ്ണു. മനസ്സിലായി? എന്താ പേര്? മഹാവിഷ്ണു എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ വിഷ്ണുവിനെയാണ്. സാധാരണ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ? ആരാണ് ഈ മഹാവിഷ്ണു? കാരണോദകശായി വിഷ്ണു. അദ്ദേഹം എവിടെന്നാ വന്ന്? സംഘർഷണൻ, മഹാസംഘർഷണ മൂർത്തിയിൽ നിന്നാണ് കാരണോദകശായി വിഷ്ണു വന്ന് ഈ കാരണജലത്തിൽ ശയിക്കുകയാണ്. അദ്ദേഹത്തിന് 8 കൈകളൊക്കെ ഉണ്ട്.
അതിസുന്ദരനായിട്ടുള്ള നീലകളേബരം അല്ലേ, അദ്ദേഹത്തിന്റെ ഭംഗിയൊക്കെ വർണ്ണിക്കുന്നുണ്ട് കാർമോദകശായി വിഷ്ണുവിൻ്റെ ഒക്കെ അല്ലേ. നമുക്കറിയാലോ പുതു കാർമേഘത്തിന്റെ നിറാണ് ഭഗവാൻ. മഞ്ഞപ്പട്ടൊക്കെ തിളങ്ങുന്ന മഞ്ഞപ്പട്ടൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആ കാർണജലം കംപ്ലീറ്റ് ആയിട്ട് ശയിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് യോഗനിദ്രയിൽ. അത് ആരാണെന്ന് പറയുന്നത് ബലരാമനാണ്. ഇതൊക്കെ മനസ്സിലായോ? ഇതൊക്കെ ബലരാമനിൽ നിന്നാണ്. ആദ്യ സംഘർഷണം ആരാണ്? ബലരാമൻ. ബലരാമനിൽ നിന്നാണ് മഹാസംഘർഷണം വന്നിട്ട് അവിടെ നിന്ന് ആര് വന്നു? മഹാവിഷ്ണു കാർണജലത്തിൽ ശയിച്ചു. ഇനി മഹാവിഷ്ണു എന്ത് ചെയ്യും? അവിടെ ഒരു ഭൗതിക ശക്തി അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അത് സ്ത്രീയാണ്. ഭൗതിക ശക്തി, ഭൗതിക ആകാശം എന്ന് പറയുന്നത് സ്ത്രീലിംഗമായിട്ടാണ്. ഭഗവാൻ വിഷ്ണു തത്വങ്ങളൊക്കെ പുരുഷൻ ആണ്. ഭൗതിക ശക്തി എന്ന് പറയുന്നത് സ്ത്രീയാണ്. അപ്പോൾ ഭൗതിക ശക്തി അവിടെ നിൽക്കുന്നുണ്ട് ഒരു സൈഡിൽ അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ കാരണജലത്തിന്റെ ഒരു സൈഡിലായിട്ട് ഭൗതിക ശക്തി മഹത്തത്വം നിൽക്കുന്നുണ്ട്. ഈ മഹത്തത്വത്തിനെ ഒന്ന് നോക്കും. ആരാ നോക്കണത്? ആരാ നോക്കുക? കാരണോദകശായി വിഷ്ണു, മഹാവിഷ്ണു ഒന്ന് കടാക്ഷിക്കും. ഒരു പുരുഷൻ സ്ത്രീയെ നോക്കണം എങ്ങനെയാണ്, അതുപോലെയാണ് കടാക്ഷിക്കുക. അവർക്കൊന്ന് നോക്കിയാൽ മതി. നമ്മളെ പോലെയുള്ള രീതിയല്ല വിഷ്ണു ഒരു കണ്ണുകൊണ്ട് പ്രജകളെ ഉൽപ്പാദിപ്പിക്കും, കണ്ണുകൊണ്ടൊരു നോട്ടം കൊണ്ട്. അപ്പൊ വിഷ്ണു എന്ത് ചെയ്തു? മഹാവിഷ്ണു കണ്ണുകൊണ്ട് മഹത്തത്വത്തിനെ ഭൗതികശക്തിയെ ഒന്ന് നോക്കി, ഒന്ന് കടാക്ഷിച്ചു. ഉടൻ തന്നെ ഭൗതികശക്തി പ്രപഞ്ചങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അവിടെ ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? പ്രപഞ്ചങ്ങളെയാണ് കേട്ടോ. മഹാവിഷ്ണു വഴി ഉണ്ടാവുന്നത് മുഴുവൻ എന്താണ്? കാരണോദകശായ വിഷ്ണു ഉണ്ടാക്കുന്ന ആരെയാണ്? ഭൗതിക പ്രപഞ്ചങ്ങളെ, കോടിക്കണക്കിന് ഭൗതിക പ്രപഞ്ചങ്ങളെ മഹാവിഷ്ണുവിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ നിന്ന്, രോമകൂപങ്ങളിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഭൗതിക പ്രപഞ്ചങ്ങൾ കോടിക്കണക്കിനാണ്. നമുക്കൊന്നും എണ്ണാൻ പറ്റില്ല, അത്രയധികം. ഈ മഹത്തത്വമാണ് സ്ത്രീ. അത് സഹായിക്കുന്ന, ഈ പ്രപഞ്ചത്തെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സ്ത്രൈണ ശക്തി ആരാണ്? ഈ ഭൗതിക ശക്തി, മഹത്തത്വം. ആരാണ്? അച്ഛൻ മഹാവിഷ്ണുവിന്റെ കടാക്ഷം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഭൗതിക ശക്തി സ്വതന്ത്രയല്ല എന്ന് മനസ്സിലായല്ലോ. എല്ലാവരും ഭൗതിക പ്രകൃതിയെ അമ്മയായിട്ട് കരുതുന്നു, ഈശ്വരനായിട്ട് കരുതുന്നു. ഈ ഭൗതിക പ്രകൃതി സ്വതന്ത്രയാണോ? അല്ല. എവിടെ നിന്നാണ് ശക്തി കിട്ടിയത്? ആൾക്ക് പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ശക്തി, ഭൗതിക ശക്തിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മഹാവിഷ്ണുവിന്റെ കടാക്ഷത്തിൽ നിന്നാണ്. അപ്പൊ ഭൗതിക ശക്തി എന്താണ്? ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇനി ഭൗതിക പ്രപഞ്ചങ്ങൾ നിറഞ്ഞു. ലോകത്തിൽ മുഴുവൻ ഭൗതിക പ്രപഞ്ചങ്ങളുണ്ട്. ഇനി അടുത്ത പരിപാടികൾ നടക്കണ്ടേ, ജീവജാലങ്ങൾക്ക് വരണ്ടേ. അപ്പൊ ഈ മഹാവിഷ്ണു കിടക്കണ്ടല്ലോ, കാരണോദകശായി വിഷ്ണു കിടക്കണ ഓർമ്മയില്ലേ? മഹാവിഷ്ണുവിന് ഓർമ്മയില്ലേ? കാരണജലത്തിൽ കിടക്കണ മഹാവിഷ്ണു ഓർമ്മയില്ല? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും മഹാവിഷ്ണു ഓർമ്മയുണ്ടാവും, തലയിൽ നിൽക്കുന്നുണ്ടാവും. കാരണജലത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നും കോടിക്കണക്കിന് വിഷ്ണുമാർ പുറത്തേക്ക് വരാൻ തുടങ്ങി. ആ വിഷ്ണുവിന്റെ പേരാണ് ഗർഭോദകശായി വിഷ്ണു. ഗർഭം ഉണ്ടാക്കണം. ഇനിയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഗർഭോദകശായി വിഷ്ണുവാണ് പത്മനാഭസ്വാമി കേട്ടോ. പത്മനാഭസ്വാമി താമരയൊക്കെ വരുന്ന പാർട്ടിയാണ്. നമ്മുടെ ഗർഭോദകശായി വിഷ്ണുവിന്റെ വയറ്റിലാണ്, നാഭിയിലാണ് താമര വരുന്നത്. അതാണ് ഗർഭോദകശായി വിഷ്ണുവിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഭിയിൽ താമര ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എവിടെ നിന്നാണ് ഈ ഗർഭോദകശായി വിഷ്ണു വന്നത്? കാരണോദകശായി വിഷ്ണു, ആ നമ്മുടെ മഹാവിഷ്ണു ഇല്ലേ, ആ മഹാവിഷ്ണുവിൽ നിന്നാണ് ആര് വരുന്നത്? ഗർഭോദകശായി വിഷ്ണുമാര് കോടിക്കണക്കിന് പ്രപഞ്ചത്തിലേക്ക് കയറി വരും. ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് വിഷ്ണുമാര്. എത്ര പ്രപഞ്ചങ്ങൾ മഹാവിഷ്ണു സൃഷ്ടിച്ചോ അത്രയും പ്രപഞ്ചത്തിലേക്ക് ഈ കാരണോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് ഗർഭോദകശായി വിഷ്ണുമാര് വിസ്തരിച്ച് വന്നുകൊണ്ട് എല്ലാ പ്രപഞ്ചത്തിലും കയറിയപ്പോൾ ആ പ്രപഞ്ചത്തിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല, ശൂന്യമാണ് പ്രപഞ്ചങ്ങൾ. അപ്പൊ എന്ത് ചെയ്തു? കാരണോദകശായി വിഷ്ണുവിന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണല്ലോ. അദ്ദേഹത്തിന്റെ വിയർപ്പ് കൊണ്ട് പകുതി പ്രപഞ്ചങ്ങൾ നിറയ്ക്കും. ഗർഭോദകശായി വിഷ്ണു സ്വന്തം വിയർപ്പ് കൊണ്ട് ഓരോ പ്രപഞ്ചത്തിന്റെയും പകുതി ഭാഗം നിറച്ചിട്ട് അതിൽ കിടക്കും. അതാണ് ഗർഭസമുദ്രം. എന്താണ്? ഗർഭസമുദ്രം. മറ്റേത് കാരണസമുദ്രമാണ് നമ്മൾ പഠിച്ചത്, ഇത് ഗർഭസമുദ്രം. ഈ ഗർഭസമുദ്രത്തിൽ കിടക്കുന്ന ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയില് അദ്ദേഹത്തിന്റെ ഇച്ഛപ്രകാരം താമര പൊന്തി വരാൻ തുടങ്ങും. ഓരോ പ്രപഞ്ചത്തിലും കേട്ടോ, നമ്മുടെ പ്രപഞ്ചത്തിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ കോടിയാണ് പ്രപഞ്ചങ്ങൾ. ഒന്നും രണ്ടും അല്ല, കോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ, കോടിക്കണക്കിന് ഗർഭോദകശായി വിഷ്ണുമാര് കയറി അദ്ദേഹത്തിന്റെ വേർപ്പില് അർദ്ധസമുദ്രത്തില് അദ്ദേഹം ചയിച്ചിട്ട് അദ്ദേഹം ഇച്ഛിക്കാൻ തുടങ്ങി സൃഷ്ടി നടക്കാൻ. അതൊക്കെ മുകളിൽ നിന്നുള്ള ഇച്ഛയാണ് ഇങ്ങോട്ട് താഴോട്ട് വരുന്ന ഇച്ഛ അല്ലേ? നമ്മുടെ ഗുരുമാരായന്റെ ഇച്ഛയല്ലേ നമ്മളിവിടെ സർവീസ് ചെയ്യണത്. എന്നാൽ ഗുരുമാരായ നേരിട്ട് വരുന്നുണ്ടോ എന്തെങ്കിലും കാര്യത്തിന്? പക്ഷെ ഗുരുവിന്റെ ഇച്ഛയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇവിടെ സത്സംഗം നടത്തുന്നത് അല്ലേ? ഇതുപോലെയാണ് കൃഷ്ണന്റെ ഇച്ഛയാണ് ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ കൃഷ്ണൻ നേരിട്ട് ഒന്നിലും ഇടപെടില്ല, അവിടെ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് ഒന്നിലും മുമ്പിൽ ഇടപെടാതെ ഈ വിഷ്ണുമാർ വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിലാക്കിക്കണം വളരെ ശ്രദ്ധയോടെ. ഈ വിഷ്ണുമാർ കംപ്ലീറ്റ് ആരാണ്? ബലരാമനാണ്. അതാണ് ഈ ബലരാമന്റെ മഹാത്മ്യം പറയുന്നത്. അപ്പൊ ഗർഭോദകശായി വിഷ്ണു ഇച്ഛിച്ചപ്പോൾ എന്തുണ്ടായി?
താമര പൊന്തി വന്നു. ഓരോ പ്രപഞ്ചത്തിലും ഒരുമിച്ച് സംഭവിക്കും കേട്ടോ. താമര പൊന്തി വന്നു. ആ താമരയിൽ ആദ്യത്തെ ജീവസത്ത ഏറ്റവും പുണ്യം ചെയ്ത ഭക്തനായ എന്ന ഗോലോകത്ത് പോയിട്ടില്ലാത്ത, ഗോലോക വൃന്ദാവനത്തിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ പോവാത്ത പരിശുദ്ധ ഭക്തനായ ഏതെങ്കിലും ജീവാത്മാക്കൾക്ക് ബ്രഹ്മാവിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെ ഒരു വ്യക്തിയെ ബ്രഹ്മാവായിട്ട് സൃഷ്ടി നടത്തും. ആരാ സൃഷ്ടി നടത്തുക? ഗർഭോദകശായി. അങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിന് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഓരോ പ്രപഞ്ചത്തിലും ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോൾ ഒന്നും കാണാനില്ല. ഒരു താമരത്തണ്ടിൻ്റെ മുകളിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, ഒരു താമരയിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? പത്മസംഭവം എന്നാണ് ബ്രഹ്മാവിനെ അറിയപ്പെടുക. ആ താമരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബ്രഹ്മാവിന് പോലും ജനിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചെയ്യാൻ കർത്തവ്യം അറിയണമെങ്കിൽ നമ്മൾ ജപിക്കണം. നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ നമ്മൾ തപസ്യ ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന് ആകെ വിഷമമായി. താമരയുടെ ഓരോ എതിരിലും പോയി നോക്കി ഒന്നും കാണാനില്ല, ഇരുട്ട് മാത്രമേ കാണുള്ളൂ. താഴോട്ട് പോയി നോക്കി ഒന്നും കാണാനില്ല. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട വിഷമിച്ചപ്പോൾ ഈ ഗർഭോദകശായി വിഷ്ണുവിൻ്റെ ഉള്ളിൽ നിന്ന് സ്വരം വരികയാണ്, തപഹ. ഗർഭോദകശായി വിഷ്ണു താഴെ കിടക്കുന്നുണ്ട്, കാണിച്ചു കൊടുക്കണ്ടോ? സ്വയം ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കില്ല, തപഹ എന്ന് പറയാ. തപസ് ചെയ്താൽ എന്നെ കാണാം. ഈ ഗർഭോദകശായി വിഷ്ണുവിന്റെ വയറ്റിലുള്ള താമരയിൽ ഇരിക്കണ ഈ ബ്രഹ്മാവിനെ, ഗർഭോദകശായി വിഷ്ണുവിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? തപസ് ചെയ്യണം. മനസ്സിലായ? അപ്പൊ അപ്പൊ നമുക്ക് ഭഗവാനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കൂ. തപ എന്നുള്ള ശബ്ദം വന്നു. അദ്ദേഹം 1000 ചതുർയുഗങ്ങൾ തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ ഗർഭോദകശായി വിഷ്ണു മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ആരുടെ? ബ്രഹ്മാവിന്റെ. മാത്രമല്ല അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് വിസ്തരണവും കാണിച്ചു കൊടുത്തു. കൃഷ്ണരൂപമൊക്കെ എവിടെ നിന്നാണ് വന്ന് ഗർഭോദകശായി വിഷ്ണു ആ എല്ലാ രൂപങ്ങളും ആരുടെ മുമ്പിൽ പ്രകടമായി? ബ്രഹ്മാവിന്റെ മുമ്പിൽ. അങ്ങനെയാണ് ബ്രഹ്മാവ് ബ്രഹ്മസംഹിത എഴുതുന്നത്. ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. പിന്നെ ഗോലോക വർണ്ണന എങ്ങനെയാണ് ഭഗവാന്റെ വർണ്ണന അല്ലെ? വേണും കുണന്തമരവിന്ദ ദളായ ദാക്ഷം. ഭഗവാന്റെ രൂപം വർണ്ണിക്കാൻ തുടങ്ങി ബ്രഹ്മാവ് കണ്ടിട്ട് വർണ്ണിക്കാണ്. ഇങ്ങനെ വേണു വെച്ചിട്ട് അല്ലേ? വേണു പിടിച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഇങ്ങനെ അരവിന്ദ നയനമാണ് അദ്ദേഹത്തിന്. താമര പോലത്തെ മിഴികളാണ് ഭഗവാന്റെ. അങ്ങനെ ബ്രഹ്മസംഹിത വായിക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ അംഗങ്ങൾ എങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയാണ് കംപ്ലീറ്റ് കുറേ ശ്ലോകം ഉണ്ട് നമ്മുടെ ബ്രഹ്മസംഹിത. അപ്പോൾ അതിൽ അർത്ഥമുണ്ട് ഈ ബുക്കിൽ. ഓരോന്നും ഭഗവാനെ വർണ്ണിക്കുക. അതെന്താ നമുക്ക് മനസ്സിലായി ആരാ ഈശ്വരൻ? ബ്രഹ്മാവിനെ മനസ്സിലായി. മനസ്സിലായപ്പോൾ ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമുക്കും മനസ്സിലായി ആരാണ് ഈശ്വരൻ? കൃഷ്ണൻ അല്ലേ? അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതിക സൃഷ്ടി നടത്താൻ തുടങ്ങി. ഭൗതിക ദേവന്മാര്, കിന്നരന്മാര്, കിംപുരുഷന്മാര് അല്ലേ, ഗന്ധർവന്മാര്, നാഗങ്ങള്, പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെ 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ, ഗർഭോദകശായി വിഷ്ണുവിന്റെ അനുഗ്രഹത്തോടെ സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? ബ്രഹ്മാവ് സൃഷ്ടി നടത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗർഭോദകശായി വിഷ്ണു വന്നു പറഞ്ഞു അല്ലേ? ഇനി ഗർഭോദകശായി വിഷ്ണുവിന് ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ സ്വന്തം വൈകുണ്ഠ ഗ്രഹമുണ്ട്. ഇനി ഈ ഗർഭോദകശായി വന്നുവല്ലോ, ഓരോ ബ്രഹ്മാണ്ടത്തിൽ അദ്ദേഹം കയറിയല്ലോ. ഈ ബ്രഹ്മാണ്ടത്തിൽ ബാക്കിയുള്ളവരൊക്കെ ജീവജാലങ്ങളൊക്കെ ജനിക്കാൻ തുടങ്ങാണ്. അവിടെ ഓരോ ഗർഭോദകശായി വിഷ്ണു ഓരോ പ്രപഞ്ചത്തിലും അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വൈകുണ്ഠ ലോകമുണ്ട്. അദ്ദേഹത്തിന് വസിക്കാൻ സ്വന്തമായിട്ട് ഒരു വൈകുണ്ഠ ലോകമുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ പ്രപഞ്ചത്തിന്റെ പരമാത്മാവായിട്ട് ഗർഭോദകശായി വിഷ്ണുവാണ് ഇരിക്കുന്നത്. പ്രപഞ്ച പരമാത്മാവ്. നമ്മുടെ പരമാത്മാവ് ക്ഷീരോദകശായി വിഷ്ണുവാണ്. പക്ഷെ പ്രപഞ്ചത്തിന്റെ പരമാത്മാവായിട്ട് അറിയപ്പെടുന്നത് ഗർഭോദകശായി വിഷ്ണു. ഇനി ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിലുള്ള വൈകുണ്ഠ ഗ്രഹത്തിൽ തന്നെ ഒരു ക്ഷീരസാഗരമുണ്ട്. ഇനി നമ്മുടെ ഓരോ ബ്രഹ്മാണ്ടത്തിലും പാൽക്കടലുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഇവിടെ എന്താ ഉള്ളത്? ക്ഷീരസാഗരം, പാൽക്കടൽ. ഇവിടെ ആ ക്ഷീരസാഗരത്തിൽ ഒരു ശ്വേതദ്വീപ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. ശ്വേതദ്വീപ്, വെളുത്ത അല്ലേ? ശ്വേതദ്വീപ്. ഇവിടെയാണ് ക്ഷീരോദകശായി വിഷ്ണു താമസിക്കുന്നത്. അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യത്തെ വിഷ്ണു ആരാണ്? ഈ ക്ഷീരോദകശായി വിഷ്ണു. അപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പ്രശ്നം വരുമ്പോൾ ഈ ദേവന്മാരും മഹാദേവനും ബ്രഹ്മാവൊക്കെ പോയി കണ്ട് സങ്കടം ഉണർത്തിക്കില്ലേ? അതെവിടെയാണ് അവർ സങ്കടം ഉണർത്തിക്കുന്നത്? ഈ പാൽക്കടലിൽ പോയിട്ട് ക്ഷീരോദകശായി വിഷ്ണുവിനെ കാണും. ഈ ക്ഷീരോദകശായി വിഷ്ണു എവിടെ നിന്നാണ് വന്നിട്ട്? ഗർഭോദകശായി വിഷ്ണുവിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വിസ്തരണമാണ് ആര്? ക്ഷീരോദകശായി വിഷ്ണു. ഈ ക്ഷീരോദകശായി വിഷ്ണു ആരാണ്? നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഹൃദയത്തിലും എല്ലാവരും ചരങ്ങളും അചരങ്ങളും സർവ്വജീവജാലങ്ങളുടെ ബാക്ടീരിയ ഫംഗസിന്റെ ഉള്ളിൽ പോലും ഹൃദയത്തിൽ പരമാത്മാ രൂപത്തിൽ ഈ ജീവന്റെ കൂടെ വസിക്കുന്ന പരമാത്മാവാണ് ആര്? ക്ഷീരോദകശായി വിഷ്ണു. ആ ക്ഷീരോദകശായി വിഷ്ണു എവിടെ നിന്നാണ് വന്നത്? ഗർഭോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നുള്ള വിസ്തരണമാണ് ക്ഷീരോദകശായി വിഷ്ണു. ഈ വിസ്തരണത്തിന്റെ ഹൈറാർക്കി മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഇങ്ങനെ വന്ന് അപ്പൊ ആ ക്ഷീരോദകശായി വിഷ്ണുവിന്റെ ഒറിജിനൽ രൂപത്തിൽ വസിക്കാൻ ഒരു സ്ഥലമുണ്ട്. അതാണ് എന്ത്? ശ്വേതദ്വീപിലെ ക്ഷീരസാഗരം. ആ ക്ഷീരസാഗരത്തിൽ അദ്ദേഹം
മഹാവിഷ്ണു അല്ലേ, ലക്ഷ്മി സമേതനായിട്ട് ശയിക്കുന്നുണ്ട് ക്ഷീരോദകശായി വിഷ്ണു. ഈ വിഷ്ണുവിന് കുടയുണ്ട് അല്ലേ, കുട പിടിച്ചിട്ടുണ്ട്, കുട ഉണ്ട്. പാതുകങ്ങൾ, വിഷ്ണുവിന്റെ പാതുകം പറഞ്ഞത് ചെരുപ്പ് അല്ലേ, ചെരുപ്പ്. ശയ്യ, കിടക്ക, വിഷ്ണുവിന്റെ കിടക്ക ഏതാണ്? നാഗമല്ലേ കിടന്ന അനന്തൻ. കിടക്ക, തലേണ, പിന്നെയോ വസ്ത്രങ്ങൾ, ഭഗവാന്റെ മഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, വസ്ത്രങ്ങള്, അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ പൂണൂല്. ഈ കിടക്കണ ക്ഷീരോദകശായി വിഷ്ണുവിന് ഈ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, എന്തൊക്കെയാ പറഞ്ഞത്? കൊട, പാതുകങ്ങള്, ശയ്യ, തലേണ, പിന്നെ എന്താണ് പൂണൂല്, വസ്ത്രങ്ങള്, വസതി. ഇതെല്ലാം ആരാണറിയോ? ശേഷനാഗം, അനന്തൻ, ബലറാമൻ. ഈ അനന്തൻ എന്ത് ചെയ്തു വെച്ചാൽ, അനന്തൻ പറഞ്ഞ ശേഷനാഗം ഈ ഭഗവാന്റെ കംപ്ലീറ്റ് സാധനമായിട്ട് വിസ്തരിക്കുന്നത്, ഭഗവാന്റെ വീടായിട്ട് വിസ്തരിക്കുന്നത്. വൈകുണ്ഠ ലോകങ്ങളൊക്കെ അനന്തനാണ് വിസ്തരിക്കുന്നത്. ഇവിടെ വൃന്ദാവന ഭൂമി വിസ്തരിച്ചിട്ട് അനന്തനാണ് വൃന്ദാവനായിട്ട് വിസ്തരിച്ചത്. ഇപ്പൊ ബലറാമനെ കൂടാതെ ഒരു സംഗതി ഇവിടെ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബലറാമനാണ് കംപ്ലീറ്റ് വിസ്തരണങ്ങൾ. കുടയായി മാറി, ഭഗവാൻ നിൽക്കുമ്പോൾ കുടയായി മാറും, ഭഗവാൻ കിടക്കുമ്പോൾ ശയ്യായി മാറും, ഭഗവാൻ തലവയ്ക്കുന്ന തലണയായി മാറും. ഉടൻ ഇതൊക്കെ മാറുന്നതാരാണ്? അനന്തനാണ്, ബലറാമനാണ് അല്ലേ. ബലറാമന്റെ സേവനം നമുക്ക് മനസ്സിലാക്കാം. ബലറാമന്റെ വിസ്തരണ രൂപമായിട്ടുള്ള ശേഷനാഗം. ബലറാമൻ 5 വിസ്തരണമുണ്ട്. അതിൽ ലാസ്റ്റ് വിസ്തരണമാണ് ശേഷനാഗം. ഈ ശേഷനാഗമാണ് അനന്തൻ. അദ്ദേഹമാണ് ഇതൊക്കെ പേഴ്സണൽ സേവ കൃഷ്ണന് ചെയ്യുന്ന പേഴ്സണൽ സേവ. ഈ കൃഷ്ണ ലോകത്തിലെ ബലറാമൻ ഉണ്ടല്ലോ, ആ ബലറാമനാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ വന്ന നിത്യാനന്ദ പ്രഭു. ആ നിത്യാനന്ദ പ്രഭു ഒറിജിനൽ ബലറാമനാണ്. നിത്യാനന്ദ പ്രഭുവായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ 550 വർഷം മുമ്പ് നമ്മുടെ പശ്ചിമ ബംഗാളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ നിത്യാനന്ദ പ്രഭു അപ്പോൾ ആദി സംഘർഷനാണ് എന്ന് പറയുന്നത്. ഈ മഹാസംഘർഷനും പുരുഷാവതാരങ്ങളെല്ലാം നിത്യാനന്ദ പ്രഭുവിന്റെ സമഗ്ര വിസ്തരണങ്ങളാണ്. അപ്പോൾ ഇപ്പൊ പറഞ്ഞാൽ നമ്മൾ മഹാസംഘർഷം എന്നൊക്കെ പറഞ്ഞല്ലേ, എന്തൊക്കെയാണ്? കാരണോദകശായി വിഷ്ണു, കുറെ വിഷ്ണുമാരുടെ പേര് പറഞ്ഞല്ലേ, ഇവരെല്ലാവരും നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്തരണങ്ങളാണെന്ന് അർത്ഥം. അപ്പോൾ ഭഗവാന്റെ പ്രഥമ വിസ്തരണം ബലറാമനാണ് പറഞ്ഞു. ഈ ബലറാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭു. ഇദ്ദേഹം കൃഷ്ണന്റെ ലീലകൾ സഹായിക്കുന്നു. കൃഷ്ണൻ ത്രേതായുഗത്തിൽ രാമനായി വന്നപ്പോൾ ലക്ഷ്മണനായിട്ട് അദ്ദേഹം ലീലകൾ അല്ലേ, ലക്ഷ്മണനെ ഉണ്ണാനും ഉറങ്ങാണ്ടും ഭഗവാന്റെ കൂടെ അല്ലേ പാദസേവനം ചെയ്ത് പിന്നാലെ നടക്കുകയാണ്. ആര് ചെയ്യുന്നത്? ലക്ഷ്മണൻ. ഉറങ്ങാത്ത വ്യക്തി എന്ന് പറയും. 14 വർഷം ഉറങ്ങിയിട്ടില്ല ലക്ഷ്മണൻ അല്ലേ, ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, എപ്പോഴും പാദസേവ ചെയ്തുകൊണ്ടിരിക്കുക. ആരാണത്? ലക്ഷ്മണൻ ആരാണ്? ഈ ബലറാമനാണ് അല്ലേ. പിന്നെ അദ്ദേഹം കൃഷ്ണനായി വന്നപ്പോൾ ബലറാമന്റെ ഒറിജിനൽ രൂപത്തിൽ തന്നെ വന്നു അല്ലേ. ചൈതന്യ മഹാപ്രഭുവിൽ വന്നപ്പോൾ നിത്യാനന്ദ പ്രഭുവിന്റെ രൂപത്തിൽ വന്നു. അപ്പോൾ ഭഗവാന് ഇവൻ രാധാറാണി ഇല്ലെങ്കിൽ കൂടി ബലറാമൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം ബലറാമനാണ് സകലതും ഭഗവാന്റെ. ആ ബലറാമന്റെ ആ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി ഈ നിത്യാനന്ദ പ്രഭു തന്നെയാണ് സംഘർഷണൻ. നിത്യാനന്ദ പ്രഭുവാണ് സംഘർഷണൻ. അനന്തശേഷൻ നിത്യാനന്ദ പ്രഭുവാണ്. കാരണോദകശായി വിഷ്ണു നിത്യാനന്ദ പ്രഭുവാണ്. ഗർഭോദകശായി വിഷ്ണു നിത്യാനന്ദ പ്രഭുവാണ്. ക്ഷീരോദകശായി വിഷ്ണു, ക്ഷീരസാഗരത്തിൽ കിടക്കുന്ന ക്ഷീരോദകശായി വിഷ്ണു നിത്യാനന്ദ പ്രഭുവാണ്. അപ്പോൾ ഇവരെല്ലാവരും ആരാണ്? നമ്മുടെ ഉള്ളിലെ ഹൃദയത്തിലെ പരമാത്മാവ് ബലറാമനാണ് അല്ലേ. ക്ഷീരോദകശായി വിഷ്ണു ബലറാമനാണ്. ഗർഭോദകശായി വിഷ്ണു ബലറാമനാണ്. കാരണോദകശായി വിഷ്ണു ബലറാമനാണ്. മഹാസംഘർഷൻ ബലറാമനാണ്. മഹാവിഷ്ണു ബലറാമൻ. അപ്പൊ എല്ലാം ആരാണ്? ബലറാമനെ കൂടാതെ ഈ പ്രപഞ്ചമേ ഇല്ല എന്ന് മനസ്സിലായില്ലേ? ബലറാമനാണ്. മൂലസംഘർഷം എന്ന് പറയുന്നത് ബലറാമനാണ്. കൃഷ്ണനെ സേവിക്കാൻ വേണ്ടി ബലറാമൻ 5 രൂപം എടുക്കുന്നുണ്ട്. ഭഗവാനെ സേവിക്കാനാണ് ഈ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. രാധാറാണി രൂപം മാറും. രാധാറാണി കൃഷ്ണന്റെ കൂടെ രാധയായിരിക്കും. വിഷ്ണുവായിട്ട് കൃഷ്ണൻ മാറി അപ്പം ലക്ഷ്മികളായിട്ട് മാറും. കൃഷ്ണൻ ശിവനായി മാറുമ്പോൾ അപ്പം പാർവതിയായി മാറും. ഇത് മുഴുവനും രാധാറാണി തന്നെയാണ് അല്ലേ. സംഹരിക്കണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുമ്പോൾ കൃഷ്ണൻ രൂപം എടുത്തു, ശിവന്റെ രൂപം എടുക്കുക സംഹാരത്തിന്. അപ്പോൾ രാധാറാണി എന്ത് ചെയ്യും? പാർവതി ദേവിയുടെ രൂപം എടുത്തിട്ട് ശിവന്റെ കൂടെ വരും. നാരായണ രൂപം എടുക്കുമ്പോൾ ലക്ഷ്മിമാരായിട്ട് രാധാറാണി മാറും. ഇതുപോലെയാണ് ഈ അനന്തനും ഇങ്ങനെ ബലറാമനും അങ്ങനെ വിസ്തരിക്കുന്നത് അല്ലെ. 5 രൂപത്തിൽ വിസ്തരിക്കുന്നു. ആരൊക്കെയാണ്? ഒന്ന് മഹാസംഘർഷൻ. ഒന്നാമത്തെ രൂപം എന്താണ്? മഹാസംഘർഷൻ. രണ്ടാമത്തെ കാരണോദകശായി വിഷ്ണു. മൂന്നാമത്തെ ഗർഭോദകശായി വിഷ്ണു. 4 ക്ഷീരോദകശായി വിഷ്ണു. 5 ശേഷൻ, അനന്തശേഷൻ. ഈ 5 ബലറാമൻ വിസ്തരിക്കുന്നു. എന്തിനു വേണ്ട വിസ്തരിക്കുന്നത്? കൃഷ്ണന്റെ ലീലകളിൽ സഹായം ചെയ്യാനായിട്ട് 5 ബലറാമൻ വിസ്തരിക്കുന്നു. ആരൊക്കെയാണ്? മഹാസംഘർഷണൻ, കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, ശേഷനാഗം. ശേഷനാഗം പേഴ്സണൽ സേവ ചെയ്യും. ബാക്കി 4 പേരും പ്രപഞ്ച സേവകളാണ് ചെയ്യും. ആരൊക്കെ? മഹാസംഘർഷൻ, കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. ഇവരൊക്കെ എന്താണ്? പ്രപഞ്ചത്തിന്റെ
പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും കാരണം അതിനൊക്കെയാണ് സഹായിക്കുന്നത്, പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ അന്ധശേഷം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും പോവില്ല. അന്ധശേഷം എന്താണ്? പേഴ്സണൽ സേവ, കൃഷ്ണന്റെ കൊടയായി മാറുക, കിടക്കയായി മാറുക, മനസ്സിലായോ, പൂണൂലായി മാറുക, അങ്ങനെ കൃഷ്ണ ഭഗവാന്റെ പേഴ്സണൽ സർവീസ് ചെയ്യുന്നത് അനന്തശേഷനാണ്. അപ്പോൾ ശേഷനാഗത്തിനെ കുറിച്ച് നമ്മൾ ലക്ഷക്കണക്കിന് ആൾക്കാർ പറഞ്ഞാലും തീരാത്ത അത്രയും മഹാത്മ്യാണുള്ളത്. ഇനി 4 രൂപങ്ങളെ വിശ്വാവിഷ്കാരത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ പറഞ്ഞു അല്ലേ. പ്രപഞ്ചങ്ങളിലെ വിശ്വാവിഷ്കാരത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ 4 രൂപങ്ങളും എടുക്കുന്നത്. 5ാമത്തെ രൂപമായിട്ടുള്ള ശേഷനാഗമാണ് സ്വകാര്യ സേവനം ചെയ്യണത്. അതേ ബലരാമനാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ സഖാവായ നിത്യാനന്ദ പ്രഭു നമ്മൾ പറഞ്ഞു. ഇനി പ്രഥമ ചതുർവ്യൂഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രഥമ ചതുർവ്യൂഹം ഏതാണ്? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇതിൽ നിന്ന് ഈ പ്രഥമ ചതുർവ്യൂഹത്തിൽ നിന്ന് ഇഷ്ടംപോലെ ചതുർവ്യൂഹങ്ങൾ പിന്നെയും ഉണ്ടാവുന്നുണ്ട്. അതിൽ ദ്വാരകയിൽ ഒരു ചതുർവ്യൂഹം ഉണ്ട്, 4 പേര്. അപ്പോൾ ഫസ്റ്റത്തെ ചതുർവ്യൂഹം എന്താണ്? വാസുദേവൻ, കൃഷ്ണനിൽ നിന്നാണ് വാസുദേവൻ, പിന്നെ ബലരാമനിൽ നിന്ന് സംഘർഷണൻ, പിന്നെ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ 4 പേര് ആദ്യത്തെ ചതുർവ്യൂഹങ്ങൾ ഗോലോകത്തിലുള്ളത്. പിന്നീട് ഈ ചതുർവ്യൂഹത്തിൽ നിന്ന് വീണ്ടും ചതുർവ്യൂഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 2ാം ചതുർവ്യൂഹം ഉണ്ടാവുന്നുണ്ട്, 2ാം ചതുർവ്യൂഹം ചതുർവ്യൂഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് പ്രഥമ ചതുർവ്യൂഹത്തിൽ നിന്ന് മറ്റെല്ലാ ചതുർവ്യൂഹങ്ങളും ഉണ്ടാവുന്നു. ഈ ദ്വാരക, മധുര, ഗോകുലം ഈ സ്ഥലം ഉണ്ടല്ലോ, ഗോലോക വൃന്ദാവനത്തിൽ പറഞ്ഞല്ലോ 3 പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ കൃഷ്ണ ഭഗവാൻ തൻ്റെ സ്വന്തം രൂപത്തിലാണ് ലീലകളാകുന്നത്. ദ്വാരകയില്, മധുരയില്, ഗോലോക വൃന്ദാവനത്തിലെ കാര്യം പറയാം കേട്ടോ. ഗോലോക വൃന്ദാവനം ടോപ്പ് ഗ്രഹത്തില് ദ്വാരക, മധുര, ഗോകുലം ഈ സ്ഥലങ്ങളിൽ കൃഷ്ണ ഭഗവാൻ സ്വന്തം മൗലിക രൂപത്തിൽ ലീലകളാടുന്നു. വൈകുണ്ഠ ലോകത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? വൈകുണ്ഠ ലോകത്തിൽ അദ്ദേഹം ചതുർഭുജ നാരായണ രൂപത്തിലാണ് ലീലകളാടുന്നത്. ഭഗവാന്റെ സ്വന്തം രൂപത്തിൽ 2 കൈകളും അല്ലേ, ചതുർഭുജ രൂപത്തിൽ 4 കൈകളും, നാരായണ രൂപത്തിൽ 4 കൈകളും. ഇനി ദ്വാരകയിലുണ്ട് ഒരു ചതുർവ്യൂഹം. ആരൊക്കെയാണ്? വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഇത് 2ാമത്തെ ചതുർവ്യൂഹമാണ്. ദ്വാരകയിൽ പ്രത്യക്ഷപ്പെടുന്ന ചതുർവ്യൂഹം 2ാമത്തെ ചതുർവ്യൂഹം. ഇതന്നെ പേരുകൾ തന്നെയാ, പേരുകൾ മാറില്ല. വാസുദേവൻ തന്നെ എഴുതിയിരുന്നു. വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ ചതുർവ്യൂഹങ്ങളുടെ പേര് മാറുന്നില്ല, പക്ഷെ അതിൽ നിന്ന് വന്ന വേറെ പാർട്ടികൾ തന്നെയാണ്. വേറെ മീൻസ് എല്ലാം ഒന്ന് തന്നെയാണ്, തത്വത്തിലെല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നിൽ നിന്നാണ് വന്നത്. പക്ഷെ ലീലകൾക്കും സവിശേഷതകൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ദ്വാരകയെ 2ാം ചതുർവ്യൂഹം. ഇതിൽ വാസുദേവൻ താമസിക്കുന്ന സ്ഥലമുണ്ട്. വേദവതിപുരം എന്നുള്ള സ്ഥലത്താണ് ചതുർവ്യൂഹത്തിലെ 2ാം ചതുർവ്യൂഹത്തിലെ വാസുദേവൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വേദവതിപുരം എന്ന് പറയുന്നത്. സത്യലോകത്തിന് മുകളിലെ വിഷ്ണു ലോകത്തിലാണ് സംഘർഷണൻ താമസിക്കുന്നത്. ദ്വാരകാപുരിയിലാണ് പ്രദ്യുമ്നൻ താമസിക്കുന്നത്. അനിരുദ്ധൻ ക്ഷീരസാഗരത്തിൽ, അനിരുദ്ധൻ പരമാത്മാവാണ്. അനിരുദ്ധൻ ക്ഷീരസാഗരത്തിലാണ് താമസിക്കുന്നത്. നമ്മുടെ പാൽക്കടലില്ലേ, നമ്മൾ പറഞ്ഞില്ലേ പാൽക്കടലിൽ ക്ഷീരസാഗരത്തിൽ ശ്വേതദ്വീപിൽ ഒരു വിഷ്ണു സൈറ്റ് ഉണ്ടെന്ന്. ആ വിഷ്ണു ആരാണ്? അനിരുദ്ധനാണ്. അനിരുദ്ധനാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവ്. അപ്പോൾ അനിരുദ്ധൻ ക്ഷീരസാഗരത്തിലെ ശ്വേതദ്വീപിൽ ശേഷശയ്യയിലാണ് ശയിക്കുന്നത്. ശേഷനാഗത്തിന്റെ കിടക്കയാക്കിയിട്ടാണ് ശയിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ വൈകുണ്ഠത്തിന് തൊട്ട് പുറത്താണ്. വേഗം കഴിക്കാട്ടോ, കഴിയാറായിട്ടുണ്ട്, 10 മിനിറ്റ് കൊണ്ട് കഴിയും. വൈകുണ്ഠത്തിന് പുറത്താണ് നമ്മൾ പറഞ്ഞു നിരാകാര ബ്രഹ്മജ്യോതി ഈശ്വരന് രൂപമില്ല എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അവർ പോണ സ്ഥലം ബ്രഹ്മജ്യോതിയാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. അങ്ങനെ ഭഗവാന്റെ ഒരു തേജസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ വൈകുണ്ഠ ലോകങ്ങൾ കാണാം. അതവർ കാണില്ല, അവർക്ക് അത്രയും ഭാഗ്യമുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഭാഗ്യമില്ല. അതിൻ്റെ അപ്പുറം വൈകുണ്ഠ ലോകങ്ങൾ കാണാം. അതിൻ്റെ അപ്പുറത്തും ഗോലോക വൃന്ദാവനം കാണാം. കുറച്ചും കൂടെ കൂടുതൽ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ബ്രഹ്മജ്യോതിൻ്റെ അപ്പുറത്ത് നമ്മൾ പറഞ്ഞു കാരണസാഗരം, കാരണസാഗരത്തിൽ കാരണദശ വിഷ്ണു അല്ലേ, പ്രകൃതിക്ക് മേൽ കടാക്ഷിക്കുന്നു ഒക്കെ ഇതൊക്കെ പറഞ്ഞു, ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ജീവജാലങ്ങളുടെ എല്ലാം അച്ഛനാണ് കാരണദശ വിഷ്ണു, അമ്മ വന്നിട്ട് ഭൗതിക പ്രകൃതിയാണ് അല്ലേ. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ മുഴുവൻ ചെയ്യുന്നത് കാരണദശ വിഷ്ണുവാണ് കേട്ടോ. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം അദ്ദേഹം തന്നെ പാലിക്കണതും. ഈ പാലിക്കുന്ന വിഷ്ണു ആരാണ്? കാരണദശ വിഷ്ണു തന്നെയാണ്. ഇത് ഈ കാരണദശ വിഷ്ണു ആരാണ്? നിത്യാനന്ദ ബലറാമന്റെ വിസ്തരണം മാത്രമാണ്. തയ്യാറായി കുറച്ചുകൂടി ഇനി പറഞ്ഞുണ്ട്. ഇനി അനന്ത ഭഗവാനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് കഴിക്കും. അപ്പോൾ നമ്മൾ ഗർഭോദശായ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ അല്ലെ. ഓരോ പ്രപഞ്ചത്തിലും കയറി അദ്ദേഹത്തിന്റെ വിയർപ്പ് കൊണ്ട് അർദ്ധപ്രപഞ്ചം നിറച്ച് അതിൽ ശയിക്കുമെന്ന് പറഞ്ഞു. ഇനി അനന്ത ഭഗവാന് ശേഷനാഗം 5ാമത്തെ രൂപം ബലറാമൻ എടുത്തിട്ടുണ്ടല്ലോ, അനന്തൻ ശേഷനാഗം. അദ്ദേഹത്തിന് 1000 തലയുണ്ട്, 1000 മുഖം, 2000 കണ്ണുകൾ, 2000 കൈകൾ, 2000 പാദങ്ങൾ ഒക്കെയാണ് ആർക്കുള്ളത്? അനന്തശേഷനുള്ളത്.
അദ്ദേഹം ഒരു ദിവ്യനാഗമാണ്. ഇത്രയും സവിശേഷതയുള്ള ഒരു ദിവ്യനാഗമാണ് അനന്തശേഷൻ. അദ്ദേഹം സാക്ഷാൽ ബലറാമൻ്റെ വിസ്തരണമാണ്. ഈ അനന്തശേഷൻ ബലറാമൻ്റെ വിസ്തരണമാണ്. ബലറാമനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിങ്ങനെ വീണ്ടും എഴുതിയിരിക്കുന്നത്. ഇനി ഇതേ വിഷ്ണു അനന്തൻ്റെ രൂപത്തിൽ ലോകങ്ങളെ തൻ്റെ ശിരസിൽ, ഈ അനന്തൻ്റെ ഈ ലോകങ്ങളെ മുഴുവൻ, പ്രപഞ്ചങ്ങളെ മുഴുവൻ ശിരസിൽ കൊണ്ടു നടക്കുന്ന ആരാണ്? ഈ അനന്തശേഷനാണ്. ഈ 1000 തലയുള്ള, അല്ലേ, 1000 മുഖമുള്ള, 2000 കൈകളുള്ള, 2000 കാലുകളുള്ള ഈ അനന്തനാണ് ഓരോ പ്രപഞ്ചത്തിന് തൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഈ 1000 തലയുള്ള ശേഷനാഗത്തിൻ്റെ തലയിൽ ഒരു പൊട്ട് പോലെ കാണുള്ളൂ പ്രപഞ്ചം മുഴുവനും. ചെറിയൊരു പൊട്ട് നിൽക്കണ പോലെ. അദ്ദേഹത്തിന് വലിയ ഭാരമൊന്നും ഇല്ലാന്നത്. നമ്മുടെ തലയിൽ ഒരു പൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു എങ്ങനെ ഉണ്ടാവും നമുക്ക് ഭാരം? അത് ഉണ്ടെന്നേ തോന്നില്ലല്ലോ. ഈ പ്രപഞ്ചങ്ങളുടെ ഭാരം ആലോചിച്ച് നോക്കി, വ്യാസം ഒക്കെ ആലോചിച്ച് നമുക്ക് സയൻസ് പരമായിട്ട് നോക്കിയാൽ അറിയാം അത്ര വലിപ്പമുണ്ടെന്ന്. ആ എല്ലാ പ്രപഞ്ചങ്ങളും ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു പൊട്ട് പോലെ ഉള്ളൂ. അനന്തൻ്റെ വലിപ്പം ആലോചിച്ച് നോക്കാം. അപ്പോൾ അദ്ദേഹം അനന്തശേഷൻ ഭഗവാന്റെ ഭക്ത അവതാരമാണ്. ഈ ശേഷൻ ആരാണ്? ഭക്തനാണ്, അല്ലെ? ഭഗവാന്റെ ഭക്ത അവതാരം തന്നെയാണ്, വിഷ്ണു തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഭക്തന്റെ രൂപത്തിലാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭഗവത് സേവനം മാത്രമാണ് ലക്ഷ്യം, ഭഗവാനെ സേവനം ചെയ്യാം. ഈ 4 കുമാരന്മാര് ഭഗവാനെ ശ്രീമദ് ഭാഗവതം കേൾക്കുന്ന അനന്തന്റെ നാവിലാണ്. 4 കുമാരന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരൊക്കെയാണ്? സനകൻ, സനാതനൻ, സനൽകുമാർ, സനന്ദനൻ, അല്ലേ? ഈ 4 കുമാരന്മാര് ഭാഗവതം കേൾക്കുന്ന ആരുടെ വായിൽ നിന്നാ? ശേഷനാഗത്തിന്റെ, അനന്തന്റെ വായിൽ നിന്നാണ് കേൾക്കുന്നത്. ഇനി ഇങ്ങനെ ഇനി ഭഗവാൻ ബലറാമൻ, അല്ലേ, കൃഷ്ണൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായ ലീലകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അറിയാം. നല്ല എല്ലാ അസുരന്മാരുടെ വധത്തിനും ബലറാമൻ കൂടെയുണ്ട്, അല്ലേ? ധേനുകാസുര വധത്തിന്. പിന്നെ കംസനെ കൊല്ലാൻ അവർ 2 കൂട്ടാണ് വരുന്നത്, അല്ലേ? മധുരയിലേക്ക് വരുന്നത്. പിന്നെ ആ ഒരു കുവലയെ വീടുന്നുള്ള ആനയുടെ കൊമ്പുകളിനെയൊക്കെ വലിച്ചൂരിയിട്ട് 2 കൊമ്പുകളും 2 ആളും ഇങ്ങനെ തോളിലേറ്റിട്ടാണ് കംസന്റെ വധത്തിന് പോകണമൊക്കെ നമ്മൾ കണ്ടു. ബലറാമൻ അപ്പോൾ എത്ര സഹായങ്ങളാണ് കൃഷ്ണന് വേണ്ടിയിട്ട് കൃഷ്ണന്റെ കൂടെ നിന്ന് ചെയ്യണത് നമുക്ക് കാണാം. കളിക്കുക, എല്ലാ കളികളും ഏർപ്പെടും. ഈ ബലറാമൻ എന്ന് പറഞ്ഞത് എല്ലാ രീതിയിലും വരുന്നുണ്ട്. അച്ഛൻ്റെ ഭാവം വരും, കൃഷ്ണന്റെ അച്ഛൻ്റെ ഭാവം വരും, രക്ഷകൻ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ ഭാവം, പിതൃവാത്സല്യം. ആ ഒരു വാത്സല്യം ആർക്കുണ്ട്? വാത്സല്യ രസം ആർക്കുണ്ട്? ബലറാമനുണ്ട്. ഇനി കൂട്ടുകാരനെ പോലെ കൂടെ കളിക്കും ഈ ബലറാമൻ. ഭഗവാന്റെ എല്ലാ കൂട്ടുകാരോടൊപ്പം ബലറാമനും കളിക്കും. അതുകൊണ്ട് എന്ത് രസമുണ്ട്? സഖ്യരസം ആർക്കുണ്ട്? ബലറാമനുണ്ട്. പിന്നെ എപ്പോഴും ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാസ്യരസം. ഹനുമാൻ സമീപിൽ ദാസ്യപ്പണി ആര് ചെയ്യും? ബലറാമൻ ചെയ്യും. പിന്നെ വാത്സല്യം പറഞ്ഞു, ദാസ്യം പറഞ്ഞു, സഖ്യം പറഞ്ഞു. ഇനി മാധുര്യരസമുണ്ട്. ബലറാമൻ അനങ്കമഞ്ജരിയുടെ രൂപത്തിൽ, അനങ്കമഞ്ജരിയുടെ രൂപത്തിൽ ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ രാസ ഡാൻസിൽ ബലറാമൻ പങ്കെടുക്കുന്നുണ്ട് കൃഷ്ണൻ്റെ ഒപ്പം. അപ്പോൾ ബലറാമന് നമ്മൾ പറയുന്ന 5 രസങ്ങളുണ്ടല്ലോ, എല്ലാ രസങ്ങളിലും ബലറാമനുണ്ട്. ശാന്തരസത്തിലുണ്ട്. ശാന്തരസത്തിലാണ് എന്താണ്? കർത്താൽ, മൃദംഗം, ഇതൊക്കെ ബലറാമനാണ്. നമുക്ക് സേവനം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ സാധനമായിട്ട് അപ്പോൾ ഉടൻ ബലറാമൻ മാറും. കർത്താലായിട്ട് മാറും, മൈക്ക്, എല്ലാ സാധനം, ഭൂമിയായിട്ട്, ഇവിടെ നടക്കുന്ന സത്സംഗം ഹോള് ആയിട്ട് ബലറാമൻ മാറും. അങ്ങനെ എല്ലാ ഭഗവാനെ സേവ ചെയ്യുന്ന ആ ശാന്തരസത്തിലുള്ള സംഭവം. പൂക്കളുകൾ ഭഗവാന്റെ മാറിൽ പൂക്കളായിട്ട് മാറും. ശാന്തരസം പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കാൻ നടക്കില്ല, പക്ഷെ സേവ ചെയ്യല്ലേ? ഇത് സേവനല്ലേ? ഭൂമിയായിട്ട് മാറുന്നതും ഭഗവാൻ നടക്കുമ്പോൾ ഭഗവാൻ കിടക്കാനുള്ള ഭൂമി, നടക്കാനുള്ള ഭൂമിയായിട്ട് ഉടൻ മാറും ബലറാമൻ. ശൈലിയായിട്ട് മാറുന്നത്, പൂണൂലായിട്ട് മാറുന്നത്, ഇതൊക്കെ ശാന്തരസത്തിലുള്ള ബലറാമന്റെ സേവനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ദാസ്യരസമുണ്ട്. ബലറാമൻ കൃഷ്ണന്റെ പാദം തടവി കൊടുക്കലും, അല്ലേ? കൃഷ്ണന്റെ എല്ലാ സർവീസ് ചെയ്യുന്ന ദാസ്യരസമുണ്ട്. കൂട്ടുകാരെ പോലെ കളിച്ച് അടിച്ച് വഴക്കുണ്ടാക്കി പിരിയിലൊക്കെ ചെയ്യും. അത് സഖ്യരസത്തിലുണ്ട്. പിന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും. എപ്പോഴും ഞാൻ ചേട്ടനല്ലേ, അപ്പോൾ കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പിതൃവാത്സല്യത്തോടുകൂടി പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ വാത്സല്യരസം, മാധുര്യരസമാണ് മഞ്ജരി രൂപത്തിൽ രാസ ഡാൻസിൽ എൻ്റർ ചെയ്യും ബലറാമൻ, അല്ലേ? അപ്പോൾ ബലറാമൻ്റെ എന്താ പറയുക, ഒഴിച്ചുകൂടാൻ, കൃഷ്ണനിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റില്ല ബലറാമൻ. എങ്ങനെയാണ് ബലറാമൻ? നമ്മൾ പറഞ്ഞു ലക്ഷ്മണനായിട്ട്, രാമനായി വന്നപ്പോൾ ലക്ഷ്മണനായിട്ട് പിന്നാലെ, അല്ലേ? അവിടെ എനിക്ക് എൻ്റെ ഭാര്യ വേണ്ട, ആരും വേണ്ട, എനിക്ക് എൻ്റെ കൃഷ്ണ മാത്രം മതി കൊണ്ട് ഇറങ്ങി ഓടി വരികയാണ് ആര്? ലക്ഷ്മണൻ, അല്ലേ? രാമൻ്റെ കൂടെ സേവ ചെയ്യാൻ. എനിക്ക് വേറെ ഒരു ലക്ഷ്യം എനിക്കില്ല, എനിക്ക് ലോകത്ത് ഒന്നും തന്നെ വേണ്ട, ഊർമിള എവിടെയെങ്കിലും ഇരുന്നോട്ടെ, എനിക്ക് എൻ്റെ രാമൻ്റെ സേവയാണ് വലുതെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ കാട്ടി പോണത്, അല്ലേ? ബലരാമൻ അങ്ങനെ തന്നെയാണ്. കുറേ രസകരമായ ലീലകളുണ്ട് നമുക്ക് ദ്വാരകയിലൊക്കെ, അല്ലേ? പാവല്ലേ ബലരാമൻ, കാരണം പൊട്ടത്തരമൊക്കെ ചെയ്യും. അതായത് ഈ ദുര്യോധൻ, ഈ ബലരാമൻ അറിയാണ്ടിരിക്കും ഇത് ദുഷ്ടനാണെന്ന്, എന്നാലും എൻ്റെ സഹോദരിനെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് വന്നു ദുര്യോധനൻ. ഈ ബലരാമൻ, കൃഷ്ണനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല, ശകുനി പറഞ്ഞു കൊടുക്കുകയാണ്.
ഈ കൃഷ്ണനെ വാസുദേവനെ ഒരിക്കലും നമ്മുടെ കയ്യിൽ പിടിയിൽ ഒതുക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ബലറാമന് പാവാണ്, ശുദ്ധനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സോപ്പിട്ട് നമ്മുടെ പിടിയിൽ കൊണ്ടുവന്നുകൊണ്ട് ശകുനിയുടെ ഐഡിയ പറഞ്ഞു കൊടുക്കുക. ദുര്യോധനോട് പറയും, നീ നന്നായിട്ട് പൂജിച്ചോ ബലറാമനെ, പൂജിച്ചിട്ട് നീ ഗുരുവായിട്ട് ഗദായുധം പഠിക്കാൻ പറയും അദ്ദേഹം. അങ്ങനെ ബലറാമൻ്റെ അടുത്ത് ഗദായുധമൊക്കെ പഠിച്ചിങ്ങനെ എത്ര സോപ്പിടാൻ പറ്റുമോ ബലറാമൻ അത്രയും സോപ്പിട്ട് അതേ വീണു. ശരിക്കും ബലറാമൻ വീണു പോയി ദുര്യോധൻ്റെ സേവയിൽ. എന്നിട്ട് ഗദായുധം മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കും. അവസാനം അദ്ദേഹം പോണ സമയത്ത് തിരിച്ച് കുറേ ദിവസം താമസിക്കും ഈ ഹസ്തിനപുരം കൊട്ടാരത്തിൽ ബലറാമൻ. കൃഷ്ണന് വേവലാതിയുണ്ട്, എൻ്റെ ചേട്ടൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ പേടിയുണ്ട്. കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ വരുന്നുണ്ട് ബലറാമൻ്റെ. ജ്യേഷ്ഠ വിശ്വസിക്കരുത് മൂപ്പരാരാണെന്ന്. അപ്പം നമ്മുടെ കാര്യമല്ല, നമ്മളെല്ലാവരും വിശ്വസിക്കും അല്ലേ? ബലറാമൻ, സാക്ഷാൽ ബലറാമൻ ഇങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ രാധാറാണിയും ബലറാമനൊക്കെ ശുദ്ധഗതിക്കാരാണ്, എല്ലാവരും നല്ലത് മാത്രമേ കാണുള്ളൂ. കൃഷ്ണനല്ല, കൃഷ്ണൻ ഈ സൂത്രം മുഴുവൻ അറിയാമല്ലേ? ഈ അസുരന്മാരെ എങ്ങനെ തോൽപ്പിക്കണം, ഈ വരുന്ന ശിവനും അതേ പാവം അല്ലേ? ശിവൻ അങ്ങനെയല്ലേ, അസുരന്മാരെ മുഴുവൻ വിശ്വസിക്കും. തന്നെ കൊല്ലാൻ പറഞ്ഞാൽ തന്നെ കൊല്ലാൻ വന്നൊരു പാവാണ് വിചാരിക്കും. ശിവനെ തന്നെ കൊല്ലാനാണ് അസുരന്മാർ വരിക. എങ്ങനെ ശിവനെ അടിച്ചൊതുക്കി വരമൊക്കെ വാങ്ങിക്കണം പണ്ട് വരിക. അവർ പാവാണ് വിചാരിച്ചിട്ട് വരമൊക്കെ കൊടുക്കും. അവസാനം ഇടയിൽ പെട്ടിട്ട് ഓടും. വിഷ്ണു അത് രക്ഷിക്കും. വിഷ്ണുവാണ് മോഹിനി രൂപമൊക്കെ എടുത്തിട്ട് അല്ലേ, ഓരോ രൂപം എടുത്തിട്ടും ഈ എല്ലാവരെയും രക്ഷിക്കുന്നത്. അങ്ങനെ കുറേ ശുദ്ധഗതിക്കാരായ ഭഗവാന്റെ ഭക്തരുണ്ട്. അതിൽ ഒരാളാണ് ഈ ബലറാമൻ. ഈ ബലറാമന് ആരാണറിയോ? ദുര്യോധനെ, ഏറ്റവും വലിയ ശത്രു, ഭൂമിയെ നശിപ്പിക്കാൻ ദുര്യോധന പാട്ടിലാക്കി. എന്നിട്ട് വാക്ക് വാങ്ങിച്ചു. പോണ സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ കാലൊക്കെ അമർത്തി കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ട് വാക്ക് വാങ്ങിച്ചു. അങ്ങയുടെ പെങ്ങളെ എനിക്ക് കല്യാണം കഴിച്ച് തരുന്നത് വാക്ക് കൊടുത്തു. ബലറാമൻ വാക്ക് കൊടുത്തു. കൃഷ്ണനത് മുന്നേ അറിയാം. കൃഷ്ണൻ ചെയ്ത് അർജുനനെ വരുത്തിച്ചു. കൃഷ്ണൻ ഇവരുടെ ഈ ബലറാമൻ ജ്യേഷ്ഠൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അർജുനനെ ദ്വാരകയിലേക്ക് വരുത്തിയിട്ട് സുഭദ്രനെ അർജുനനെയും തമ്മിൽ പ്രണയത്തിലാക്കി ഭഗവാൻ. കാരണം തൻ്റെ പെങ്ങളെ ഒരു കൃഷ്ണന് കൊടുക്കാൻ ഭഗവാൻ സമ്മതിക്കില്ലല്ലോ അല്ലേ? പാവം ബലറാമൻ അങ്ങനെയൊക്കെ വാക്ക് കൊടുത്തിട്ട് വരാൻ കൃഷ്ണൻ സമ്മതിക്കില്ല. കൃഷ്ണൻ എന്ത് ചെയ്തു? അവസാനം ഇതൊക്കെ കഴിഞ്ഞ് ഒരു പ്രണയത്തിലായതിനു ശേഷമാണ് അനന്തൻ ബലറാമൻ വരണത്. ഞാൻ വാക്ക് കൊടുത്തിട്ട് വലിയ സ്റ്റൈലിലെ വരുന്നത്, ഞാനവിടെ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അർജുനൻ പറഞ്ഞു, എന്താ ചെയ്യാൻ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ, നീ തട്ടിക്കൊണ്ട് പോക്കോ അല്ലേ? പ്രേമിക്കവർക്ക് തട്ടിക്കൊണ്ടുപോകാൻ ആർക്കും തടയാൻ പറ്റില്ലല്ലോ. വിവാഹമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ചേട്ടനെ എനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല. എന്തൊരു സ്വഭാവം അല്ലേ? ചേട്ടനെ ധിക്കരിക്കാണ്ട് ഇന്ന് സുഭദ്രനെ ഇവനും കൊടുത്ത് പരിപാടി ഒപ്പിച്ചു. അങ്ങനെയാണ് കൃഷ്ണ. അപ്പോൾ ആ കൃഷ്ണന്റെ ബുദ്ധിയാണ് നമുക്ക് വരേണ്ടത് അല്ലേ? സുഭദ്രയോട് തേര് കളിക്കാൻ പറഞ്ഞു. സുഭദ്രയോട് തേര് കളിച്ചു കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോലും സുഭദ്ര തട്ടിക്കൊണ്ടുപോയി. ഇതാ കൃഷ്ണന്റെ ഒരു ഐഡിയ നോക്ക്. കൃഷ്ണൻ എന്താ പറഞ്ഞാൽ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. ജ്യേഷ്ഠനെ എനിക്ക് എതിർക്കാൻ പറ്റില്ല. ജ്യേഷ്ഠ ദേഷ്യം വന്ന ഭൂമി മുഴുവൻ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എതിർക്കില്ല. പക്ഷെ നിങ്ങൾക്ക് തട്ടിക്കൊണ്ടുപോകുമ്പോൾ സുഭദ്ര രഥം ഓട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ, സ്വന്തം പെങ്ങളെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അർജുനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? സുഭദ്ര പറഞ്ഞ സ്വന്തം പെങ്ങളല്ലേ ബലറാമൻ. പെങ്ങൾ തട്ടിക്കൊണ്ടുപോകുമ്പോൾ നീ എങ്ങനെ അർജുനെ ശിക്ഷിക്കാൻ പറ്റും? ഇത് കൃഷ്ണന്റെ ഐഡിയയാണ്. അങ്ങനെ അവസാനം ബലറാമൻ തോറ്റ് തൊപ്പിയിട്ടു അല്ലേ? അല്ല, കൃഷ്ണനെ കൊണ്ട് തോക്കാനും ആൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ലീലകളാണ് അനന്തൻ്റെ ബലറാമൻ്റെ. നല്ല രസമാണ് ഈ ലീലകൾ അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇനി മഹാവിഷ്ണുവിൻ്റെ രൂപത്തിനെ കുറിച്ചൊന്നും ഇതിൽ പറയുന്നത്. മിനുസമാർന്ന ശ്യാമവർണ്ണാണ്, നല്ല ഉയരമാണ് മഹാവിഷ്ണു. നമുക്ക് ഉയരം പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നീണ്ടു കിടക്കല്ലേ മൂപ്പരുടെ കാലും കൈയൊക്കെ. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഈ ബ്രഹ്മാവ് കാണുമ്പോൾ കൃഷ്ണദാസ് കവിരാജ് എൻ്റെ സ്വപ്നത്തിലാണ് വരുന്നത്. ആ സീല കൃഷ്ണദാസ് കവിരാജ് ചൈതന്യ ചരിതാമൃതത്തിലാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ പറഞ്ഞില്ല. ചൈതന്യ ചരിതാമൃതം എഴുതിയത് സീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ലക്ഷ്മണൻ പ്രത്യക്ഷപ്പെട്ടു. ലക്ഷ്മണൻ വന്നതിന് ശേഷം അദ്ദേഹത്തിന് നിത്യാനന്ദ പ്രഭു ആ രൂപത്തിൽ, ലക്ഷ്മണൻ്റെ രൂപത്തിൽ ആദ്യം ഭഗവാൻ വന്നിട്ട് പിന്നെ നിത്യാനന്ദ പ്രഭുവിൻ്റെ രൂപത്തിൽ വന്നു. ആ സ്വപ്നത്തിൽ ആ നിത്യാനന്ദ പ്രഭു പെട്ടെന്ന് മാറിയിട്ട് മഹാവിഷ്ണുവായിട്ട് മാറും. ആ മഹാവിഷ്ണുവിൻ്റെ മിനുസമാർന്ന ശ്യാമവർണ്ണം, നല്ല ഉയരം, ദൃഢമായിട്ടുള്ള ശരീരം, വീരന്മാർക്ക് യോജിച്ച ഒരു ക്ഷത്രിയ ശരീരം, ഘടനയൊത്ത ശരീരം, പിന്നെ കാമദേവനെ പോലത്തെ സൗന്ദര്യമായിരുന്നു ഈ മഹാവിഷ്ണുവിന്. ഈ നിത്യാനന്ദ പ്രഭുവിൻ്റെ സൗന്ദര്യം ഈ കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി സ്വപ്നത്തിൽ കണ്ട രൂപമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാതുകളിൽ സ്വർണ്ണം ഇട്ടുണ്ട്, സ്വർണ്ണക്കമ്മൽ, നിത്യാനന്ദ പ്രഭുവിൻ്റെ കാതുകൾ. പിന്നെ കയ്യിൽ സ്വർണ്ണ തോൾവള എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ പണ്ടത്തെ കഥകളിലൊക്കെ കേൾക്കാം. തോൾവള, കൈവള എന്നൊക്കെ വേണ്ടി. കൈവളകൾ, പാദങ്ങളിൽ കിലുങ്ങുന്ന പാദസരമുണ്ട്, കഴുത്തിൽ പുഷ്പമാല ഇട്ടിട്ടുണ്ട്, മുഖം കോടിക്കണക്കിന് ചന്ദ്രന്മാർ ഉദിച്ചു നിൽക്കുന്ന പോലത്തെ സൗന്ദര്യമാണ് ഭഗവാന്റെ.
സുന്ദരമാണ്. ഇതാരാണ്? നമ്മുടെ ബലറാമനാണ് അല്ലേ? ബലറാമൻ്റെ രൂപം. പിന്നെ ബലറാമൻ്റെ വേറൊരു രൂപം അനന്തശേഷായിയായിട്ടുള്ള ബലറാമൻ്റെ രൂപം വരുന്നത് നീല പട്ടു എടുത്തിട്ട്, നീല നല്ല ഒത്ത ഉയരവും ഭംഗിയും നല്ല പാല് പോലെ വെളുത്തിട്ട് നീല പട്ടാമ്പരം എടുത്തിട്ട് ഒരു കാതിൽ കടുക്കനിട്ടിട്ട് കലപ്പേന്തിയിട്ട് നിൽക്കണ ഈ അനന്തനെ മറ്റേ നാഗലോകത്തെ സ്ത്രീകളൊക്കെ ഒന്ന് നോക്കണേ അനന്തൻ എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കും അത്രേ. എന്നിട്ട് നാഗലോകത്തെ സ്ത്രീകളും അവരുടെ അച്ഛനും അമ്മയൊക്കെ ഈ അനന്തന് ഭർത്താവായി കിട്ടാൻ വേണ്ടി ഈ സ്ത്രീകൾ വന്നിട്ട് ഒരുപാട് ഉപഹാരങ്ങൾ ഈ ശേഷനാഗത്തിന് സമർപ്പിക്കും. ഇപ്പോൾ ശേഷനാഗം കടക്കണ്ടുണ്ടോന്ന് നോക്കണമൊക്കെ ഈ അനന്തശേഷൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട് ഭാഗവതത്തിൽ, അതിൽ പറയുന്നുണ്ട്. അതിൽ നീല വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. അതിൽ ഈ നീല കളറല്ല, ഭഗവാൻ വെളുത്ത പാൽ പോലത്തെ കളറ്, ഒറ്റ കടുക്കനും. അതൊരു പ്രത്യേക ഭംഗിയാണ് വെച്ച് പറയണത്. ഭഗവാന്റെ ഉയരും കാലിൻ്റെ മുട്ടിന് താഴെയുള്ള കൈകളുടെ നീണ്ട കൈകൾ, തൂണ് പോലത്തെ കൈകളും കാലുകളൊക്കെ പറഞ്ഞു, വെള്ളി തൂണുകൾ നിൽക്കില്ലേ, അതുപോലെയാണ് അങ്ങനെ ശേഷനാഗത്തിനെ പറയുന്നത്. അപ്പോൾ ഈ ശേഷനാഗം അനന്തൻ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ ഗുരു ബലരാമനാണ്. അപ്പോൾ നമ്മുടെ ഗുരു തത്വം എന്ന് പറഞ്ഞ ആരാണ്? ബലരാമനാണ്. ആ ബലരാമൻ പ്രസാദിച്ചാലേ അപ്പം നമുക്ക് കൃഷ്ണനെ കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ഇന്നൊക്കെ നാളെ ഉപവാസം എടുക്കുന്നത്. ബലറാമൻ്റെ പ്രസാദം നമ്മളുണ്ടാകും. ആത്മീയ ബലം, നമുക്ക് ആത്മീയ ബലം കുറയുമ്പോൾ നമ്മൾ മായയിൽ അട്രാക്റ്റഡ് ആവും. നമ്മളെല്ലാവരും എപ്പോഴും അട്രാക്റ്റഡ് ആവും അല്ലേ? യാതൊരു സംശയമില്ല. ഡെയിലി പ്രാർത്ഥിക്കുന്ന അട്രാക്റ്റഡ് ആവാതിരിക്കും. നമ്മൾ വിചാരിക്കും ഇന്ന് നമ്മൾ ഓക്കെ ആണെന്ന്, പക്ഷെ നാളെ നമുക്ക് മറന്നു പോയിട്ട് നാളെ അട്രാക്റ്റഡ് ആവും മായയിൽ. ഡെയിലി ബലറാമനോട് പ്രാർത്ഥിക്കണം. ബലറാമൻ നമുക്ക് ആത്മീയ ബലം തരും. ഭൗതിക മായയിൽ എന്നെ അടിമപ്പെടുത്തരുത് കൃഷ്ണ, നിന്റെ പ്രേമത്തിൽ എന്നെ വീഴ്ത്തണേ, മറ്റു നിന്റെ ഒരു മായയിലും എന്നെ വീഴ്ത്തരുതെന്ന് ബലറാമനോടും കൃഷ്ണനോടും പ്രാർത്ഥിക്കണം. ബലറാമൻ നമുക്ക് ആത്മീയ ശക്തി, ബലം. ഇവിടെ ബലം എന്ന് ഉദ്ദേശിക്കുന്നത് കായിക ബലമല്ല, ആത്മീയ ബലം നമുക്ക് തരുന്ന ആരാണ്? ബലറാമൻ. ആ ബലറാമനാണ് നമ്മുടെ ഗുരുവായിട്ട് വരുന്നത്. ഗുരുതത്വം ദേവസ്വാമി പ്രഭുപാദ ദേവസ്വാമി അങ്ങനെയുള്ള സ്വാമിമാരൊക്കെ, അതായത് ഗുരുക്കന്മാരെല്ലാവരും ഒറ്റ തത്വത്തിൽ നിന്നാണ് വന്നത്. എവിടെ നിന്നാണ്? ബലറാമൻ. ആദ്യ ഗുരു ബലറാമൻ്റെ തത്വത്തിൽ നിന്നാണ്. അപ്പോൾ ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ആത്മീയ ബലം ഉള്ളിലേക്ക് കയറി വരും. മായേനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനോ അതിന് രക്ഷപ്പെടാനൊക്കെ ഉള്ള കഴിവ് ഈ ആത്മീയ ഗുരുവിൻ്റെ ഹെൽപ്പോട് കൂടി ബലറാമനാണ് നമ്മുടെ ഉള്ളിൽ തരുന്നത്. അപ്പോൾ നമുക്ക് ബലറാമനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എന്താണ്? നമുക്ക് ആത്മീയ ബലം അല്ലേ? നമുക്ക് ഭഗവാന്റെ ഭക്തി ഉണ്ടാവാൻ, പ്രേമം ഉണ്ടാവാൻ നമുക്ക് ആത്മീയ ബലം, ഭൗതിക ലോകത്തിലെ എല്ലാ തരം അറ്റാച്ച്മെൻറ്റ്സിനെയും വിടാൻ പറ്റണം. സ്വർഗ്ഗലോകങ്ങൾ പോലുള്ള അതിസുന്ദരമായ സ്ഥലങ്ങളും ആളുകളും ഉണ്ട്, അതിലൊക്കെ നമ്മൾ അട്രാക്റ്റഡ് ആയി പോകും. ഈ ലോകത്ത് തന്നെ ഉണ്ട് പല 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 ഐശ്വര്യമുള്ള സ്ഥലങ്ങൾ. ഇതൊക്കെ നമ്മുടെ മനുഷ്യന്മാരെ അട്രാക്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്കൊക്കെ പോവാതെ നമുക്ക് പലയിടം പോകുമ്പോൾ അറിയാം, ഓരോ രാജ്യത്തും ഓരോ പ്രകൃതി ഭംഗിയും ആളുകളുടെ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് രസമായിട്ട് നമ്മൾ ചിലപ്പോൾ കൃഷ്ണനെയൊക്കെ മറന്നു ഇതിൻ്റെ പിന്നാലെ പോകും. ഇവിടെ അങ്ങനെ പോകും. ഇവിടെ ജമ്മു കാശ്മീർ പോലത്തെ സ്ഥലങ്ങളിലും അതുപോലുള്ള സ്ത്രീകൾ, അവിടെയൊക്കെ സ്ത്രീകളുടെ സൗന്ദര്യം നമ്മളിവിടെ അധികം കാണാത്തതുകൊണ്ട് നമ്മൾ പെടാത്തത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം. നമ്മൾ പറഞ്ഞില്ലേ കേതുമാല, അവിടെയുള്ള സ്ഥലങ്ങളിലെ സ്ത്രീകളെ കുറിച്ചൊക്കെ, ചില സ്ഥലങ്ങളിലെ സ്ത്രീകൾ അതിസുന്ദരികളാണ്. പല പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ അട്രാക്റ്റഡ് ആവുക വരില്ലേ? നമുക്ക് തോന്നും ഈ ഭക്തി എന്ന് വേണ്ട, ഇത് നല്ല സുഖമാണ് അല്ലേ, ഇവരുമായിട്ട് ജീവിക്കാതൊക്കെ തോന്നും. അപ്പോൾ ഇതൊക്കെ ഈ ലോകത്ത് പോലും ഇങ്ങനെയുണ്ടെങ്കിൽ മറ്റ് ഭൗതിക ലോകങ്ങൾ ഇതിൻ്റെ 10 മടങ്ങ് സൗന്ദര്യമാണ്. ഇവിടെ സ്വർഗ്ഗലോകങ്ങളിൽ, കിന്നര ലോകം, നാഗലോകത്തിലെ സ്ത്രീകളുടെയൊക്കെ സൗന്ദര്യം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. അതിൻ്റെ മുകളിലാണ് ഇന്ദ്രൻ, ചന്ദ്രൻ അവരുടെ ലോകങ്ങളിൽ. സൂര്യലോകത്തുള്ള സൂര്യനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ അത്രയ്ക്കും സൗന്ദര്യമാണ്. അപ്പോൾ നമുക്കിതൊന്നും അറിയില്ല, നമുക്ക് അറിയാത്ത ഒരുപാട് ഇവിടെയൊക്കെ നമ്മൾ അട്രാക്റ്റഡ് ആയിപ്പോയി തങ്ങി നിൽക്കും ഗോലോകത്ത് പോവാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗോലോകം വളരെ സുന്ദരമാണ്, പക്ഷെ അത് കണ്ടു കിട്ടണ്ടേ? അവിടെ എത്ര രൂപ ഈ സാധനങ്ങളൊക്കെ ഇടയിൽ കൂടെ നമ്മളെ കയറി വരും. ഈ സ്വർഗമൊക്കെ കടന്നിട്ടാണ് ഈ ആത്മാവ് പോണതേ. ഭൗതികലോകം, സ്വർഗം അങ്ങനെയുള്ള സ്ഥലങ്ങൾ കടന്ന് ഈ ആത്മാവ് കടന്നു പോകുമ്പോൾ ഒന്ന് എത്തി നോക്കുമ്പോൾ എന്തൊരു തൊട്ട് അങ്ങോട്ട് കയറി പോവാതിരിക്കണേ. നമുക്ക് ആത്മീയ ബലം വേണം അല്ലേ? അതിനാര് വേണം? ബലറാമൻ, രാധാറാണി അല്ലേ? ഇവർ രണ്ടുപേരും നമുക്ക് ആത്മീയ ബലം തരുന്നവരാണ്. അതുകൊണ്ട് ഇവരെ കൂടാതെ ഒരു രക്ഷയില്ല. ബലറാമനും രാധാറാണി, ഗുരു. ബലറാമൻ പറഞ്ഞാൽ നമ്മുടെ ഗുരു തന്നെയാണ് അല്ലേ? ഗുരുവും രാധാറാണിയുടെ മേഴ്സി. രാധാറാണി അങ്ങോട്ട് നോക്കാൻ തോന്നല്ലേ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾക്ക് വൈകുണ്ഠവും കടന്ന വൈകുണ്ഠത്തിന് ബ്രഹ്മജ്യോതിയിലൊക്കെ തള്ളി നിൽക്കും. അവിടെ നിന്നും കടന്ന് ഗോലോക വൃന്ദാവനത്തിലൊരു ആത്മാവിന് എത്തണമെങ്കിൽ എത്ര ആത്മീയ ബലം വേണം അല്ലേ? ഇവിടെ തന്നെ നമ്മൾ വീണു പോകും. ഈ ഭൗതിക ലോകത്ത് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മറ്റു പുറം സൗന്ദര്യങ്ങൾ, പ്രപഞ്ച സൗന്ദര്യങ്ങൾ തന്നെ പലതുണ്ട് അല്ലേ? കടലിൻ്റെ അവിടെ തന്നെ പോയി നമുക്കറിയാം പല പല സ്ഥലങ്ങൾ സൂര്യാസ്തമി, അതിലൊക്കെ നമ്മൾ അട്രാക്റ്റഡ് ആവും. അവിടെയൊക്കെ കൃഷ്ണനെ കാണാനേ ഓക്കെ, അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിന് അട്രാക്റ്റഡ് ആവും. പലതും കണ്ട് അതിനൊക്കെ വിട്ട് വരാനായിട്ട് നമ്മൾ ആര് സഹായിക്കും? ബലറാമൻ അല്ലേ?
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബലരാമനെ കുറിച്ചുള്ള ലീല കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പറഞ്ഞു, കഴിയേയില്ല, അത്രയ്ക്കും ലീലകളാണ് ബലരാമൻ്റെ. നാളെ വന്നിട്ട് ഓർമ്മയുണ്ടല്ലോ, ബലറാം ജയന്തിയാണ്. ഉച്ചവരെ എല്ലാവരും ഫാസ്റ്റിംഗ് എടുക്കുക. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഫുഡെല്ലാം കഴിക്കാം. പിന്നെ ഇന്ന് 2 ദിവസമായി ജൂലൻ യാത്ര തുടങ്ങിയിട്ട് രാധാകൃഷ്ണന്മാരെ ഊഞ്ഞാലിലാട്ടുക. അവർക്ക് ഈ ഓഗസ്റ്റ് ടൈമിൽ ഭയങ്കര ഉഷ്ണമാണ്. വൃന്ദാവനത്തിൽ ഓഗസ്റ്റ് ടൈമിലാണ് ഉഷ്ണം കൂടുതൽ. അപ്പോൾ ഊഞ്ഞാൽ ഇരുത്തിയിട്ട് ഈ സഖികളെ ആട്ടുമ്പോൾ ഇവർക്ക് കാറ്റ് കിട്ടുമല്ലോ, ആ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഊഞ്ഞാലാട്ടുന്നത്. ഈ സഖികളാണ് ചെയ്യണത്. ഇവർ ഈ മരം പോലും ആടില്ല എന്ന സമയത്ത് ഈ ഉഷ്ണം കാരണം ഒരു ഇലകൾ പോലും ആടില്ല. അപ്പോൾ ഇവർ ഊഞ്ഞാലാട്ടിയിട്ട് ആ കാറ്റ് കൊണ്ട് വേണം ഈ രാധാകൃഷ്ണന്മാർക്ക് വേർപ്പ് പോകാൻ. അതാണ് നമ്മൾ ജൂലൻ യാത്ര നടത്തുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.